സ്വന്തം സ്വഭാവം എന്തിനാ വിളിച്ചു പറയണത്? വെറുതെ ആളെ തയ്യാറാക്കി ചട്ടം കെട്ടിയിട്ട് മുഖാമുഖം നടത്തിയിട്ട് അത് മറ്റുള്ളവരുടെ പേരിൽ ആരോപിക്കാൻ മൂപ്പര്. ഓതിയെന്ത് കൊണ്ടായില്ല, തെളിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പോകോളം തെളിഞ്ഞു നിങ്ങൾ സമ്മതിക്കോ? നിങ്ങളെ അന്നം മുടങ്ങണ വിഷയമല്ലത്. അപ്പൊ നിങ്ങൾ സമ്മതിക്കൂല. പക്ഷെ ഇത് കേൾക്കണവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ആ ഓതിയ ആയത്ത്, നമ്മുടെ വിഷയാവതരണത്തിൽ ഓതിയ ആയത്തും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ആരാധ്യന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ്. അപ്പൊ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. ഖുർആൻ പരിചയപ്പെടുത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല. എന്നാ പിന്നെ റസൂലിന്റെ ആവശ്യമില്ലല്ലോ. അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. ആരാണ് നിങ്ങൾക്ക് ആകാശഭൂമിയിൽ ഭക്ഷണം നൽകുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണെന്ന്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹു ആണെന്ന് അവർ. ഇതൊക്കെ ഞങ്ങൾ വിഷയാവതരണത്തിൽ ഉദ്ധരിച്ച ആയത്തുകളാ. പിന്നെ ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ പ്രാർത്ഥന മൂപ്പർക്ക് നിർവചനമില്ലാതെ മനസ്സിലാവുകയില്ല എന്നാണ്. നിർവചനമില്ലാതെ തന്നെ 1400 കൊല്ലം മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി. ഇന്നും സാധാരണക്കാർക്ക് വരെ മനസ്സിലാകും. അതിന് ഞാൻ സാധാരണ നിലക്കുള്ള ചില ഉദാഹരണങ്ങളും പറഞ്ഞു. അതിന് മൂപ്പർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മൂപ്പര് കുറേ വളരെ പ്രകോപനമായി. എന്താ അതിന്റെയൊക്കെ ആവശ്യം? അതൊക്കെ മുഖാമുഖത്ത് പോരെ, ഇവിടെ അതിന്റെ ആവശ്യമുണ്ടോ? ഇവിടെ നമുക്ക് കൃത്യമായി വളരെ വ്യക്തമായി സംഗതികൾ സംസാരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ദുആ ഇസ്തിഗാസയുടെ പരിധിയിൽ വരുന്നതാണ്. വൈദ്യ ശേഖയെ രക്ഷിക്കണേ, മമ്പർത്ത് തങ്ങളെ എനിക്കൊരു കുട്ടിയെ തരണേ, അജ്മീർ ഖോജാന്റെ രോഗം മാറ്റണേ, ഇത് ദുആ ഇബാദത്താകുന്ന ദുആ തന്നെയാണ്. അത് അള്ളാഹു ആണ് ഇലാഹ് എന്ന, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് തീർത്തും എതിരാണ്. അത് ശിർക്കാണ്. ഒറ്റായത്തോതില്ല എന്നാ മൂപ്പര് പറഞ്ഞ് വമാ യുമിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് ഞാൻ ഇക്കഴിഞ്ഞതിൽ ഓതി. അവർ അധികവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ശിർക്ക് വെച്ചുകൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത്. അതിന് റാജി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഫൽ മഅന അന്നഹും കാനൂ മുഖിറീന ബിവുജൂദിൽ ഇലാഹി ബിദലീലി ഖൗലിഹി വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർളി യഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ തീർത്തു പറയും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അള്ളാഹുവിന്റെ ആസ്തിക്യത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു, അംഗീകരിക്കുന്നവരായിരുന്നു. മുഖിറീന എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇബ്നു അബ്ബാസ് എന്ന റിവായത്തും അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മുശ്രിക്കുകളുടെ തെൽബിയത്ത്, അവർ ഹജ്ജ് ചെയ്തിരുന്നു, അവർ അശുറ നോമ്പ് നോച്ചിരുന്നു, അവർ അള്ളാഹ്ക്ക് വേണ്ടി നേർച്ചയാക്കിയിരുന്നു. ഇതൊക്കെ ഹദീസിൽ തെളിഞ്ഞിട്ടുള്ള വിഷയമാണ്. ഹജ്ജിന്റെ തെൽബിയത്താണ് ഞാൻ അവിടെ ഉദ്ധരിച്ചത്. അപ്പൊ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഞാൻ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം തെളിയിച്ചിട്ടുണ്ട്. സുന്നികൾ വിശ്വസിക്കുന്നതും മക്കാ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നതും ഒരുപോലെയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് തെളിയിക്കണം എന്നാ. സുന്നികളുടെ വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ മക്കാ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നതുണ്ട്, ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അവര് റസൂലിൽ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ റസൂലിൽ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ ഖുർആനിൽ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കുന്നു എന്നാ പറയുന്നത്. ആ വ്യത്യാസമുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വ്യക്തമായി തന്നെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്, മക്കാ മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ശിർക്ക് കലർന്നിരുന്നു. പിന്നെ ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം, ഇജ്മാ കൊണ്ട് തെളിയിക്കണം, ഖിയാസ് കൊണ്ട് തെളിയിക്കണം. ഒന്നും രണ്ടും കൊണ്ട്, ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രമാണത്തിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട് മക്കാ മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ കഴിഞ്ഞ മറുപടിയിൽ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ ആരാധന പരിധിയിൽ വരുന്നതാണ്. മക്കാ മുശ്രിക്കുകൾ ഖുർആൻ പരിചയപ്പെടുത്തി അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചവൻ പരമാധികാരിയാണ്, ഭക്ഷണം നൽകുന്നവനാണ്, സൃഷ്ടാവാണ് എന്നെല്ലാം അവർ വിശ്വസിച്ചിരുന്നു എന്ന് ഖുർആൻ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ശിർക്ക് കലർന്നിരുന്നു. അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ചോദ്യങ്ങൾക്കെല്ലാം ഇവിടെ മറുപടി ആയിട്ടുണ്ട്. പ്രാർത്ഥന എന്താണെന്ന് ഞാൻ അതിന് ഉദാഹരണവും പറഞ്ഞു തന്നു. ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ എന്നിങ്ങനെ വിനയത്തോടു കൂടി അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ പടപ്പുകളോട് ചോദിക്കുകയാണ്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ മക്കായിലെ മുശ്രിക്കുകളും ചെയ്തിരുന്നത്. അവർ ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോടായിരുന്നു, നിങ്ങൾ മമ്പർത്ത തങ്ങളോടും ബദരീങ്ങളോടാണ്. ഈ ഒരു വ്യത്യാസമേ അതിലുള്ളൂ. അത് അവർ പറയുന്നത് പോലെ തന്നെ നിങ്ങളും പറയുന്നു. ഇവരൊന്നും റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, സമതാണെന്ന് വിശ്വസിക്കുന്നില്ല. അത് അവരും പറഞ്ഞിരുന്നു. അവർ വിശ്വസിക്കാൻ എന്താണ്? ഹൗലാ ശിഫാഅന ഇൻദല്ലാഹ്, എന്റെ മുരീദിന് ഞാൻ ഷാഫി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഞങ്ങളെയും വിശ്വാസം. അതുപോലെ തന്നെ നമ്മളൊക്കെ വലിയ തെറ്റും കുറ്റവും സംഭവിക്കണമല്ലേ, നമുക്ക് എങ്ങനെ അള്ളാഹിനോട് നേരിട്ട് തീർക്കാൻ പറ്റും? അതുകൊണ്ട് നമ്മൾ ഇവരോട് പറഞ്ഞിട്ട് അവർ അള്ളാഹിലേക്ക് എത്തിക്കുക. മാന അബ്ദുഹും ബില്ലാഹി യുഖരിബൂന ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ് ഞങ്ങൾ ഇവർക്ക് ഭാഗത്തെടുക്കുന്നത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഉണ്ടെന്ന് തന്നെ അവരുടെ വിശ്വാസം. അള്ളാഹിന്റെ അടുക്കലെ ശുപാർശക്കാരാണ് ഇവരെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യത്തിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സന്ദർഭത്തിൽ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മൗലവി സാഹിബ് തന്റെ ബാക്കിലുള്ള ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം
ഇതുവരെയും പറഞ്ഞിരുന്നത് മക്കയിലെ മുശ്രിക്കുകളെക്കാളും കടുത്ത കുഫാറുകളാണ്, മുശ്രിക്കുകളാണ് സുന്നികൾ എന്നാണ്. നിങ്ങളെ പത്രമാണിത് സൽസബീൽ. നോക്കൂ നിങ്ങൾ, ഈ സൽസബീൽ 1974 ആഗസ്റ്റ് 20 ലക്കം 7. ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ തന്നെയാകുന്നു. അതിലേറെ വലിയ മുശ്രിക്കുകളാണ്. സൽസബീൽ ഞങ്ങളെ കയ്യിലുണ്ട്. എന്നിട്ട് ഇപ്പൊ മൗലവി സാഹിബ് പറയുന്നത് എന്താണ്? എല്ലാ കാര്യത്തിലും ഞാൻ കുറച്ചേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഈ വാദപ്രതിവാദം തുടങ്ങി അല്പസമയമായപ്പോഴേക്ക് കുറെ സമ്മതിച്ചല്ലോ. കഴിയുമ്പോഴേക്ക് മുഴുവനും നിങ്ങൾ സമ്മതിക്കും. ഞങ്ങൾ മുശ്രിക്കല്ല എന്ന് നിങ്ങളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സമ്മതിപ്പിക്കും. മൗലവി സാഹിബ് മക്കയിലെ പ്രാർത്ഥനയുടെ നിർവചനം എന്താന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഓർക്കണം നിങ്ങൾ, എന്റെ ചോദ്യം അവശേഷിക്കുകയാണ്, അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇബാദത്ത് എന്താണ് പറഞ്ഞിട്ടില്ല. പറഞ്ഞതെന്താ? മുഹദ്ദിസീങ്ങളെ രക്ഷിക്കണം എന്ന് ഇബാദത്താണ്, ശിർക്കാണ്. അതുകൊണ്ട് പ്രാർത്ഥന എന്താണ്, ഇബാദത്ത് എന്താണ് എന്നത് ഒരിക്കലും മറുപടിയാവുകയില്ല. മൗലവി സാഹിബ് പ്രാർത്ഥന എന്താണെന്ന് വിശദീകരിച്ചിട്ടില്ല, ഇബാദത്ത് എന്താണെന്ന് വിശദീകരിച്ചിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഒന്നിനും മറുപടി പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞ മറുപടി എന്താ? മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി 2 വിശുദ്ധ ഖുർആനിക സൂക്തങ്ങളെ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തു. എന്താണത്? ഒന്നാമത്തത് ഹൗലായി ശുഫാഉനാ ഇലല്ലാഹ്. അതിന്റെ മറുപടി നേരത്തെ ഇവിടെ പറഞ്ഞതാണ്. അത് അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു എന്ന പരമമായ ഒരു ദൈവം, ആ ദൈവത്തിലായിരുന്നു, ദൈവിക സഭയിലായിരുന്നു അവർ പറഞ്ഞ് വിശ്വസിച്ചിരുന്നത്. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹു അല്ല മൗലവി സാഹിബേ. എന്റെ ചോദ്യം അതാണ്. നിങ്ങൾ താടി വെച്ച് നീട്ടിയത് കൊണ്ട് കാര്യമായില്ല, താടിയിൽ കൈ വെച്ചത് കൊണ്ട് കാര്യമായില്ല സാഹിബേ. നിങ്ങൾ മനസ്സിലാക്കണം, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ എന്ന എന്റെ ചോദ്യം. നിങ്ങൾ പറഞ്ഞത് ഏതാ? ദൈവിക സഭയിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ്. ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ശിർക്ക് വെക്കുന്ന അള്ളാഹുലായിരുന്നു, ശരീക്കായ അള്ളാഹുലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ശരീക്കുള്ള അള്ളാഹുലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹു അല്ല. മുഹമ്മദ് നബി അങ്ങനെ ഒരു അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടില്ല മൗലവി സാഹിബ്. നിങ്ങൾ ഇത് ഓർക്കണം. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? വഇൻ തഅജബു ഫഅജബുൻ ഖൗലുഹും. അള്ളാഹുവിന്റെ ഖുർആൻ മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് സമർത്ഥിക്കുകയാണ് അള്ളാഹുവിന്റെ ഖുർആൻ. നോക്കൂ നിങ്ങൾ, ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം. അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്. സൂറത്തുർ റാദിലെ 5-ാമത്തെ സൂക്തം എന്താ പറഞ്ഞത്? ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം. അവരാവട്ടെ, നോക്കൂ നിങ്ങൾ, എന്റെ വക ഞാൻ പറയുന്നില്ല, അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചവരാണ്, കാഫിറായവരാണ്, അവർ വിശ്വസിച്ചിട്ടില്ല. മൗലവി സാഹിബ് ശ്രദ്ധിക്കണം. കഫറ കുഫർ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്ന അർത്ഥം. നിങ്ങളത് പഠിക്കണം. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് അറബി അറിയില്ലെങ്കിൽ നിങ്ങളുടെ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയെങ്കിലും നോക്കിക്കൂടായിരുന്നോ? അതിൽ അദ്ദേഹം പറയുന്നു, നോക്കൂ, അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അവിശ്വസിച്ചവർ തന്നെ വിശ്വാസം ഉണ്ട് എന്നല്ല, ഇല്ലാന്ന മൗലവി സാഹിബ്. നോക്കൂ നിങ്ങൾ, ഇനി മറ്റൊരായത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഹും യക്ഫുറൂന ബിർറഹ്മാൻ, വഹും യക്ഫുറൂന ബിർറഹ്മാൻ. അവർ റഹ്മാനായ റബ്ബിൽ അവർ നിഷ്കാഫിറായവരാണ്, അവിശ്വസിച്ചവരാണ്. ഞാൻ പറയുന്നതല്ല, മുഹമ്മദ് അമാനി മൗലവി തന്നെ പറയുന്നു. നിങ്ങളുടെ കേരള ജംഇയ്യത്തുൽ ഉലമ അല്ല, കേരള നദ്വത്തുൽ മുജാഹിദീൻ പുറത്തിറക്കിയ ആ ഖുർആൻ പരിഭാഷ, അവരാകട്ടെ പരമകാരുണികനിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു. അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മൗലവി വിശ്വസിക്കുക എന്നല്ല, വിശ്വാസം ഇല്ലാത്തവരുന്ന. നിങ്ങൾക്ക് മലയാളവും അറിയാതെ പോയല്ലോ എന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മൗലവി സാഹിബ്. ഇനി നിങ്ങൾ നോക്കൂ, കെ ഉമർ മൗലവിയുടെ ഖുർആൻ പരിഭാഷ. ആ ഖുർആൻ പരിഭാഷയിൽ അദ്ദേഹം പറയുന്നു, 252-ാമത്തെ പേജിൽ പറയുന്നു, അവർ തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവരാകുന്നു. വിശ്വാസമില്ല എന്ന് മുജാഹിദുകളുടെ വലിയ നേതാക്കൾ വരെ പറയുന്നു. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോ വലിയ പൂർവികരായ സ്ഥാപിച്ച നേതാക്കളൊന്നുമല്ലല്ലോ, പിന്നുള്ള നേതാക്കളാണല്ലോ. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ മലയാളമെങ്കിലും ഒന്ന് നോക്കണമേ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമില്ല എന്ന്
അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല മുജാഹിദുകളുടെ രണ്ട് വലിയ നേതാക്കള് അമാനി മൗലവിയും കെ ഉമർ മൗലവിയും അവരതാ ഈ കാര്യം തുറന്നു പറയുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമില്ല എന്ന് നിരവധി ഖുർആനിക സൂക്തങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയില്ല. പ്രാർത്ഥന എന്താണ് എന്ന് ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. ഇബാദത്ത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. മക്കയിലെ മുശ്രികൾക്ക് വിശ്വാസമുണ്ടായിരുന്നു, തെളിയിച്ചിട്ടില്ല. ഇതുവരെ മൂപ്പര് പറഞ്ഞ് തശ്ബഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി, അനുവാദമില്ലാതെ ശുഫാഅത്ത് ചെയ്യുന്ന ഇപ്പൊ പറയുന്നത് കാഫിറുകളാണ്. അപ്പോ അനുവാദമില്ലാതെ അള്ളാഹുവിൽ ശുപാർശ ചെയ്യുന്ന ആരാധ്യന്മാരിലാണ് ഞങ്ങൾ അവർ വിശ്വസിക്കുന്നതെന്ന് ആദ്യം പറയാ. പിന്നെ മൂപ്പന്റെ പറയാ അവർ മുഴുവൻ കാഫിറുകളാണ്. പിന്നെ അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നില്ല, എന്താ അർത്ഥാണ് അവർക്കുള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ വൈരുദ്ധ്യം ഇവിടെ തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നെ മുസ്ലിയാര് താടിയും തലയിക്കെട്ടിനൊന്നും പറയണ്ട, അതൊക്കെ നമുക്ക് വേറെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാണ്, അതിന്റെ ആവശ്യമല്ല. അപ്പൊ അത് അലവി സഖാവി ശ്രദ്ധിക്കണം എന്ന് പറയാണ്. നമ്മൾ ആ നിലയ്ക്ക് സംസാരിക്കേണ്ടതില്ല. പിന്നെ ദുആഇനെ സംബന്ധിച്ച് ബൈജൂരിയാണ് ഞാൻ വായിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് നിങ്ങൾ പറയുന്ന ഇബ്രാഹിം മുഹമ്മദുൽ ബൈജൂരി പറയുന്നു, വഇൻദനാ മആശിറ അഹ്ലസ് സുന്ന അന്ന ദുആ അല്ലദീ ഹുവ ത്വലബു അലാ സബീലി തളർറുഇ. നിർവചനം പറഞ്ഞില്ല എന്ന് പറയേണ്ടതില്ല. വിനയത്തോടുകൂടി ഒരു കാര്യം തേടുക, അത് അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമാണ് ഇബാദത്തെന്ന് പൂർവഗാമികളൊക്കെ പറഞ്ഞ ആ നിർവചനമുണ്ടല്ലോ. ആ വിനയ പ്രകടനത്തോടു കൂടി നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലുള്ള തളർവോട് കൂടിയാണ്. അത് അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അത് ഇബാദത്തുമാണ്. ഇബാദത്തിനെ സംബന്ധിച്ച് പൂർവഗാമികൾ പറഞ്ഞ നിർവചനത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അതാണ് അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുലി, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും എന്ന് പറഞ്ഞത്. ആ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമാകുന്ന ഇബാദത്ത്, അത് ദുആയാകുന്ന ഇബാദത്ത് നിങ്ങൾ ഇപ്പോൾ അവർക്ക് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ വിളിച്ചു തേടുന്നുണ്ട്. അത് ഒരുപാട് തെളിവുകൾ ഞാനിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ മക്കാ മുശ്രിക്കുകളെ പോലെയാണ്, അവരെക്കാളും കടുത്ത മുശ്രിക്കുകളാണെന്ന് മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പൊ അല്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ല. മക്കാ മുശ്രിക്കുകളുടെ എല്ലാ വിശ്വാസവും നിങ്ങൾക്കില്ല. ചില വിശ്വാസത്തിൽ നിങ്ങൾ മക്കാ മുശ്രിക്കുകളെക്കാളും കുറച്ചുകൂടി മുന്നിലാണ്, അതിന് യാതൊരു സംശയമല്ല. മക്കാ മുശ്രിക്കുകൾ കുടുങ്ങിയ ഘട്ടത്തിലെങ്കിലും പടച്ചോനെ വിളിച്ചിരുന്നു. അവർ കപ്പലിൽ യാത്ര ചെയ്താൽ കീഴ്വണക്കം അള്ളാഹുവിന്റെ മാത്രമാക്കി അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾ സന്നിഗ്ധ ഘട്ടത്തിലും വിളിക്കാതാണ് മൊയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുക. വല്ല നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് എന്ന് പറഞ്ഞ എന്താ ന്യായീകരണം എന്നറിയോ? അത് സന്നിഗ്ധ ഘട്ടത്തിലുള്ള വിളിയാണ്. അപ്പൊ വിഷമസന്ധിയിൽ അകപ്പെട്ടാൽ പോലും നിങ്ങൾ പടച്ചോനെ വിളിക്കുന്നില്ല. ആ കാര്യത്തിൽ നിങ്ങൾ മക്കാ മുശ്രിക്കുകളെക്കാളും ഒരുപടി കൂടി മുമ്പിലാണ്. പിന്നെ മക്കാ മുശ്രിക്കുകൾ ഞങ്ങൾ ചെയ്യുന്നത് ഇബാദത്താണെന്ന് സമ്മതിച്ചിരുന്നു, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ ഇലാഹുകളാണെന്ന് സമ്മതിച്ചിരുന്നു. നിങ്ങളത് സമ്മതിക്കാതെ അവർ ചെയ്യുന്ന അതേ കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ കാര്യത്തിലും ഇല്ല, കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല മക്കാ മുശ്രിക്കുകൾ അള്ളാഹു പരിചയപ്പെടുത്തിയ ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ കാര്യത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവാണ് സിട്ടാവ്, അത് ഞാൻ ആയത്തോതി. ആയത്ത് മാത്രമല്ല, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന റാസിയുടെ തഫ്സീറും ഞാൻ അതിന്റെ വായിച്ചു. മുഖിറീന ബി വുജൂദിൽ ഇലാഹി എന്നുള്ളത് എന്ന് മാത്രമല്ല, അതിന് ദലീലായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒന്ന് വലയും സഹൽത്തവും മൻ ഖലഖ സമാവാതിയാണ്. മാത്രമല്ല ഇല്ലാ അന്നഹും കാനൂ യുത്ബിതൂന ലഹു ശരീകൻ ഫിൽ മഅബൂദിയത്തി, പിന്നെ അവർ ചെയ്ത ശിർക്ക് എന്താണ്? മഅബൂദിയത്തിൽ, ആരാധ്യതയിൽ അവർ അള്ളാഹുവിന് ചില പങ്കാളികളെ കൽപ്പിച്ചു എന്ന് മാത്രമല്ല, അവരെ ഹജ്ജിന്റെ തെൽബിയത്ത് ഞാൻ പറഞ്ഞു, അതും റാസി എടുത്ത് ഉദ്ധരിച്ചു. ആ തെൽബിയത്തിന്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. തെൽബിയത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പങ്കുകാർ സ്വതന്ത്ര കൈയുള്ള പങ്കുകാരല്ല, അള്ളാഹുവിന്റെ അധീനതയിലുള്ള പങ്കുകാരാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വമായുമിൻ അക്സറുഹും, നിങ്ങൾ അവർക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഇല്ലാവഹും മുശ്രികൂൻ, ശിർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ശിർക്ക് കലർന്ന വിശ്വാസം ഇന്ന് നിങ്ങൾക്കുള്ളത് പോലെ തന്നെ മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈമാൻ ഉണ്ട് എന്നുള്ള നിങ്ങൾ പറയുന്നത്, അതിൽ ശിർക്ക് കലർന്നിട്ടുണ്ട്. ആ ശിർക്കിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുവാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രയത്നങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് അബൂജഹലിനെ വെള്ളപൂശിയാണ്, ഉത്ബത്തിനെ വെള്ളപൂശിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷയം വഴിതിരിച്ചു വിടേണ്ടതില്ല. ഞങ്ങൾ തൗഹീദ് തെളിയിക്കുകയാണ്, ശിർക്ക് തെളിയിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉത്ബത്തും ശൈബത്തും അബൂജഹലും ഒക്കെ എന്ത് വിശ്വസിച്ചു എന്നത് പ്രസക്തമായ വിഷയമാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് തളർറുഇന്റെ മാർഗത്തിലൂടെയുള്ള തലബ് തന്നെയാണ്, വിനയത്തോടു കൂടിയുള്ള സഹായാർത്ഥനയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ദുആയാണ്, അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ്.
അത് ഖുർആൻ മുഫസ്സിറുകളൊക്കെ ദുആനെ സംബന്ധിച്ച് ഇസ്തിഗാസ എന്ന് അവരർത്ഥം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ നടത്തിയ പ്രാർത്ഥനയെ കുറിച്ച് ഇത് തസ്തഗീസൂന റബ്ബക്കും എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ, അപ്പൊ ആ ഇസ്തിഗാസ നിങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുആയാകുന്ന ഇസ്തിഗാസ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അർപ്പിക്കേണ്ട കാര്യം നിങ്ങൾ അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് അർപ്പിക്കുന്നുണ്ട്. പിന്നെ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർ നടത്താൻ പാടില്ല, പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർ നടത്താൻ പാടില്ല എന്ന് പണ്ടു കാലഘട്ടത്തിൽ നിങ്ങളും ഞങ്ങളും ഒരുപോലെ അംഗീകരിച്ചിരുന്ന വിഷയമാണ്. ഖൗലു സദീദിൽ മൂസാ മുസ്ലിയാർ എഴുതുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊരു മുസ്ലിമും പറയുന്നത് കേൾക്കുവാൻ ഇടവന്നിട്ടില്ല. ഖൗലുൻ സദീദ് ഞങ്ങളെ കയ്യിലുണ്ട്, നിങ്ങൾ വായിക്കി, ബാക്കി ഞങ്ങൾ അപ്പം പറയാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് മൗലവി സാഹിബ് മൗലവിയുടെ ബാക്കിന് നേരത്തെ പറഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ ആള് പോകുന്നുള്ള ഭീതി മൗലവിക്ക് ഉണ്ടായപ്പോ മൗലവി വീണ്ടും തിരുത്തിക്കും നിങ്ങളെ കൊണ്ട് വീണ്ടും ഞങ്ങൾ ഉറപ്പാണ്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് മൗലവി സാഹിബ് ഇപ്പോഴും പ്രാർത്ഥനയുടെ മായന വിശദീകരിച്ചിട്ടില്ല. മൗലവി സാഹിബ് ആരാധനയുടെ പ്രാർത്ഥന ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. മലയാളത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് മലയാള ഭാഷയാണ്. പ്രാർത്ഥന എന്ന പദം അതിന് യാചിച്ചു, അപേക്ഷിച്ചു, ചോദിച്ചു, ഹരജ് നൽകി, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് മാനങ്ങൾ അർത്ഥങ്ങൾ പ്രാർത്ഥന എന്ന പദത്തിനുണ്ട് മൗലവി. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ആരാധനയാണ് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ഇത് ഏതർത്ഥം വെച്ചാലും ഇത് പ്രാർത്ഥിച്ചു ആരാധനയാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളത് വിശദീകരിക്കണം. അല്ലെങ്കിൽ എപ്പോഴാണ് ആരാധനയുടെ പരിധിയിൽ പെടുക എന്ന് നിങ്ങൾ വിശദീകരിക്കണം. വെറുതെ മുഹ്യദ്ദീൻ പ്രാർത്ഥനയാണ് ആരാധനയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ആരാധനയാവുകയില്ല എന്ന് മൗലവി സാഹിബ് ഓർക്കണം. അതുകൊണ്ട് തന്നെ മലയാള പദമായ പ്രാർത്ഥന എന്ന വാക്കിന് അപേക്ഷിച്ചു, യാചിച്ചു, ചോദിച്ചു വിവിധ അർത്ഥങ്ങളുണ്ട്. ഏതർത്ഥത്തിന് വെച്ചാലും, അതായത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു, ചോദിച്ചു, വിളിച്ചു എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതൊക്കെ ശിർക്കാണ്, ആരാധനയാണ്. അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുമ്പോൾ, അല്ലാഹു അല്ലാത്തവരോട് യാചിക്കുമ്പോൾ, അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുമ്പോൾ അത് ശിർക്കാണ് എന്ന വാദം മൗലവി സാഹിബിനുണ്ടെങ്കിൽ അത് വ്യക്തമാക്കണം. അതേ അവസരത്തിൽ എല്ലാ ചോദ്യവും ആരാധനയല്ല എന്നാണെങ്കിൽ ആരാധനയാകുന്ന ചോദ്യം ഏത്, ആരാധനയാകുന്ന അപേക്ഷ ഏത്, ആരാധനയാകുന്ന പ്രാർത്ഥന ഏത്, ആരാധനയാകുന്ന അർത്ഥന ഏത്? മൗലവി അത് വിശദീകരിക്കണം. ഇതുവരെയും മൗലവി സാഹിബ് അത് വിശദീകരിച്ചിട്ടില്ല. മറ്റൊന്ന് പ്രാർത്ഥനയ്ക്ക് ഇബാദത്തിന് മൗലവി നിർവചനം പറഞ്ഞു, അത്തളറു ബിൽ ഖുദൂഇ എന്ന് പറഞ്ഞ് മൗലവി സാഹിബ് ഒരു വ്യാഖ്യാനം പറഞ്ഞു. പിന്നെ രണ്ടാമത് തിരുത്തി പറഞ്ഞു അഖസാഖായത്തിൽ ഖുദൂഇൻ. ഏതായാലും ഞങ്ങൾ ചോദിക്കുന്നു വിനയത്തോടെ ചോദ്യം. ഈ വിനയത്തോടെ ചോദിക്കുന്നതൊക്കെ ആരാധനയാണോ? അല്ലേ? വിനയം ആരാധനയാകുമ്പോൾ അത് എപ്പോഴാണ്? വിനയത്തോടെ ചോദിക്കുന്നത് ആരാധനയാവൽ എപ്പോഴാണ്? എപ്പോഴാണ് ആരാധനയാകുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ചോദ്യമാകുന്നത്? മൗലവി വ്യക്തമാക്കണം. കാരണം എന്താന്ന് വെച്ചാൽ വിനയത്തോടെ ഒരു ഗുരുവിനോട് ശിഷ്യൻ വളരെ വിനയത്തോടെ ചോദിക്കും, അത് ആരാധനയാകുമോ? നിങ്ങൾ പറഞ്ഞ നിർവചനം അനുസരിച്ച് അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആരാധനയാകുന്നത്? അപ്പൊ എത്ര രൂപത്തിൽ ഏത് വിനയമാണ് ആരാധനയാകുന്ന വിനയം? ഏത് ചോദ്യമാണ് ആരാധനയാവുന്ന വിനയം? മൗലവി സാഹിബ് അത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും വ്യക്തമാക്കണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടായില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് മൗലവി ഇതുവരെ അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന നിങ്ങളുടെ വാദം ഖണ്ഡിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ 2 സൂക്തം ഞാൻ ഓതി. നിങ്ങളുടെ 2 പരിഭാഷകളിൽ അർത്ഥവും പറഞ്ഞു. അമാനി മൗലവിയും ഉമർ മൗലവിയും അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നു എന്ന് സ്ഥാപിച്ചത് ഞാൻ പറഞ്ഞു. മൗലവി സാഹിബ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എനിക്കറിയാം അള്ളാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾക്ക് ഒരൊറ്റ സൂക്തവും ലഭ്യമാവുകയില്ല. അള്ളാഹു പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരു വിഭാഗത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കാനായിരുന്നു മൗലവി സാഹിബ്. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് മുഹമ്മദ് നബിയോട് ചെയ്യുന്ന അക്രമമാണ്, അനീതിയാണ്. പരിശുദ്ധ ഖുർആനോട് ചെയ്യുന്ന അനീതിയാണ്. ഈ കാര്യം നിങ്ങൾ ഓർക്കണം. പിന്നെ അതുപോലെ തന്നെ വമായൂമിനു അക്സറും ഇല്ലാ വഹും മുശ്രികൂൻ. ഈ ആയത്തിന്റെ നിർവചനം ഞാൻ പറഞ്ഞു, ഈ ആയത്തിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, വിശദീകരണം ഞാൻ പറഞ്ഞു. ദൈവിക സഭയിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ചെറിയ
ദൈവം, വലിയ ദൈവം, ഇങ്ങനെയുള്ള ഒരു വലിയ ദൈവമായിട്ടാണ് അവർ അള്ളാഹുവിനെ കണ്ടിരുന്നത്. മുഹമ്മദ് നബി പഠിപ്പിച്ച അള്ളാഹു അങ്ങനെയല്ല മൗലവി സാഹിബേ. മുഹമ്മദ് നബി പഠിപ്പിച്ച അള്ളാഹു കുട്ടി ദൈവങ്ങളുടെ നേതാവായ വലിയ ദൈവമല്ല മൗലവി സാഹിബേ. അതുകൊണ്ട് ഞാൻ എന്റെ ചോദ്യത്തിന് ഇതുവരെയും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. എപ്പോഴാണ് ആരാധനയാകുന്ന പ്രാർത്ഥനയാവുക? ഒന്നാമത്തെ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഇബാദത്ത് എന്താണ്? അത് വിനയം പ്രകടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. ഗുരു ശിഷ്യനോട് ചോദിക്കുമ്പോഴും വിനയമുണ്ട്. എപ്പോഴാണ് ആരാധനയാകുന്ന വിനയമാവുക? നിങ്ങളത് വ്യക്തമാക്കണം. മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല. മുഹമ്മദ് നബി പഠിപ്പിച്ച അള്ളാഹുവിൽ വിശ്വാസമില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു, ഹദീസുകൾ പഠിപ്പിക്കുന്നു, ഒട്ടേറെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു. മുജാഹിദുകളുടെ അമാനി മൗലവിയും ഉമർ മൗലവിയും പഠിപ്പിക്കുന്നു. നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ തെളിയിക്കണം. മൂപ്പര് ചോദ്യത്തിന് തന്നെ ഇപ്പൊ ഇങ്ങനെ വേർത്താ ഉത്തരത്തിന് എത്ര വേർക്കേണ്ടി വരും? നമ്മൾ സംഗതി തുടങ്ങിയിട്ടുള്ളൂ, 2ാം റൗണ്ടേ ആയിട്ടുള്ളൂ. ഞാൻ വായിച്ചല്ലോ റാസിയുടേത് വമാ യുമിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന്. അത് പറഞ്ഞു ഞാന്. എന്നിട്ട് റാസിയിൽ നിന്ന് തന്നെ ഞാനത് വായിക്കുകയും ചെയ്തു. ഫൽ മഅന അന്നഹും കാനു മുഖിറൂന ബിവുജൂദിൽ ഇലാഹി. എന്താ ലോകപ്രശസ്ത മുഫസ്സിറിന്റെത് മിണ്ടാത്തത്? ബിദലീലി ഖൗലിഹി വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ് എന്ന ആയത്ത് തെളിവാക്കിക്കൊണ്ടാണ് അവർ അള്ളാഹുവിൽ അംഗീകരിച്ചവരായിരുന്നു എന്ന് പറയുന്നത്. ഇനി ഞാൻ ഫതുൽ ബാരിയിൽ നിന്ന് വായിക്കാം. ഈമാൻ എന്ന വാക്ക് തന്നെ. വഖാല ഇക്രിമ വമാ യുമിനു അക്സറു ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ വലഇൻ സഅൽതഹും മൻ ഖലഖഹും വമൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ് ഫദാലിക ഈമാനുഹും വഹും യഅബുദൂന ഗൈറഹു. അപ്പൊ ഈമാൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചതല്ല, ഇക്രിമ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ്, ഫതുൽ ബാരി ഉദ്ധരിച്ചതാണ്. അപ്പൊ വമാ യുമിനു അക്സറുഹും ബില്ലാഹി എന്നതിൽ അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതായിരുന്നു. അത് ഇന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പോലുള്ള തഫ്സീലായ വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തേണ്ടി വന്നത്. പിന്നെ നിർവചനം പറഞ്ഞ മൂപ്പര് വരെ അത് വിശദീകരിച്ചിട്ടില്ല. മൂപ്പരെ വിചാരം നിർവചനം നമ്മളെ കയ്യിലില്ല എന്നാ. അതൊക്കെ വേണ്ട സമയത്ത് നമ്മൾ എടുക്കും. ഇനിയും ചോദിച്ചോളിയും, വേണ്ടതൊക്കെ വേണ്ട സമയത്ത് എടുക്കും. ഇത് മുഖാമുഖമല്ല. ആളുകളെങ്ങനെ ഇതിന്റെ നേരത്തെ ആളെ ഒരുക്കി നിർത്തി മൂപ്പര് പറഞ്ഞല്ലോ. റെഡിമെയ്ഡ് ചോദ്യക്കാരെ ഇനി റെഡിമെയ്ഡ് ഉത്തരം അത് ഇവിടെ നടക്കൂല. ഇവിടെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആയത്തോതി ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും. കണ്ടോ, ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്കു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആയത്തിൽ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. അത് ഇന്ന് നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ തന്നെയാണ്. അവർ കേൾക്കുകയില്ല. കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതല്ല. ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. പിന്നെ അദ്ദുആഉ വൽ ഇബാദ ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു? അത് വിശദീകരിച്ചല്ലോ. വിഷയാവതരണം തന്നെ ഞങ്ങൾ പറഞ്ഞു. അള്ളാന്റെ റസൂൽ സ്വന്തം നിലക്ക് പറഞ്ഞല്ല, ആയത്ത് തെളിവ് പറഞ്ഞിട്ടുണ്ട്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അത് അമ്പിയാക്കൾ ഔലിയാക്കൾ ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന്. എന്നിട്ട് തുറന്നു പറയുന്നു ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അപ്പൊ ദുആനെ സംബന്ധിച്ച് ഇബാദത്ത് എന്ന ആയത്തിൽ പറഞ്ഞു. ആ ആയത്ത് തെളിവാക്കിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞത്. അപ്പൊ പ്രാർത്ഥന മാത്രമാണ് ആരാധന എന്ന ഹദീസ് ആയത്ത് ഉദ്ധരിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് നടത്തുന്ന പ്രാർത്ഥന അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് ഞങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞു. പിന്നെ യക്ഫുറൂന ബിർറഹ്മാൻ എന്ന് പറഞ്ഞിട്ടില്ലേ? അത് ഉമർ മൗലവി പറഞ്ഞിട്ടില്ലേ? അമാനി പറഞ്ഞിട്ടില്ലേ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹുവിനെ നിഷേധിച്ചാൽ തന്നെ കാഫിറായി. അവരിൽ പരലോകത്തിൽ അവിശ്വസിച്ച ആളുകൾ ഉണ്ടായിരുന്നു. പരലോകത്തിൽ ബഅസ് ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചവര്, റസൂലിനെ വിശ്വസിച്ചവരില്ല അവര്. അതുകൊണ്ട് തന്നെ അവർ യക്ഫുറൂന ബിർറഹ്മാൻ എന്ന് പറയാമെന്ന് മുഫസ്സിറുകൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. വഹും യക്ഫുറൂന ബിർറഹ്മാൻ, പരമകാരുണികനെ അവർ നിഷേധിച്ചിരുന്നു. അള്ളാന്റെ റസൂലിനെ നിഷേധിച്ചാൽ തന്നെ അത് പരമകാരുണികനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഖുർആനെ നിഷേധിച്ചാലും അത് പരമകാരുണികനെ നിഷേധിക്കുന്ന തുല്യമാണ്. പരലോകത്തെ നിഷേധിച്ചാലും. അതുകൊണ്ട് യക്ഫുറൂനന്റെ ആയത്ത് ഇനി ഒരുപാട് ഓതിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതൊന്നും ഞങ്ങൾ പറഞ്ഞതിനെതിരല്ല. ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ല. ഖുർആൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട് അതവരെ ഈമാനിൽപ്പെട്ടതാണ്. അവർ ആരാണ് ഭക്ഷണം നൽകുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. പമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ ഉടനെ തന്നെ പറയും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല, അതവരെ ഈമാനിൽപ്പെട്ടതാണെന്ന് ഞാൻ തഫ്സീർ ഉദ്ധരിച്ചു. ഇപ്പോൾ ഫതുഹുൽ ബാരിയിൽ നിന്ന് ഇക്രിമയുടെ വാക്കും ഉദ്ധരിച്ചു. വേണ്ടി വന്നാൽ ഇനിയും ഉദ്ധരിക്കും സന്ദർഭം പോലെ. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, വിനയത്തോടെ ചോദിച്ചാൽ ഏത് ആരാധനയാവൂ എന്ന് മൂപ്പർ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അത് ഞാൻ മറുപടി പറയാണ്. ഗുരുവിന്റെ മുമ്പിൽ ചെന്നിട്ട് കാണിക്കണത് അതിനെക്കുറിച്ച് ആരാധന ആരും പറയാറില്ല. പോലീസുകാരൻ്റെ ഒരു ചവിട്ടി ഔട്ടുമ്പോ യമാനെ രക്ഷിക്കണേ, പക്ഷെ മനസ്സിലെന്തായിരിക്കും? അദ്ദേഹത്തോട് ദേഷ്യമായിരിക്കും. അത് പ്രാർത്ഥനയാകുന്നില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരാള് ഉസ്താദിന്റെ മുമ്പിൽ നിന്നിട്ട് ഉസ്താദിന് മശായിഖന്മാരെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന സൂഫികളുണ്ട്. അത് ആരാധന തന്നെയാണ്. കാരണം മശായിഖിനെ കുറിച്ച് അവർക്കുള്ള ധാരണ അതാണ്.
അതുപോലെ നിങ്ങൾ ഇന്ന് ജാറത്തുങ്ങ പോയിട്ട് പ്രാർത്ഥിക്കുന്നു, അള്ളഹാനോട് ചോദിക്കേണ്ട കാര്യം ശൈഖ് അവറുകളെ എനിക്കൊരു കുട്ടിയെ തരണേ, ശൈഖ് അവറുകളെ എന്റെ രോഗം മാറ്റണേ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു മമ്പറത്തെ തങ്ങളെ എന്നെ രക്ഷിക്കണേ, അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ദുആയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ വിനയപ്രകടനവും എന്തല്ല? ഇബാദത്തല്ല. വിനയപ്രകടനം എപ്പോഴാ ഇബാദത്താകുക? പറയുന്നവന്റെ മനസ്സിൽ ഭക്ത്യാദരവുകൾ ഉണ്ടാകുമ്പോഴാണ്. അർപ്പിക്കപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഭക്ത്യാദരവുണ്ടാകുമ്പോൾ അത് ഇബാദത്തായി മാറും. അതാണ് അഖസാഗായത്തിൽ ഖുദൂഇ വത്തദല്ലുലി, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമെന്ന് പൂർവ്വഗാമികൾ പറഞ്ഞത്. എപ്പോഴാണ് അങ്ങേയറ്റമാവുക? ഒരാൾ പോലീസുകാരന്റെ മുമ്പിൽ ഒരു പോലീസുകാരനെ ഉപദ്രവിക്കുമ്പോ, അല്ലെങ്കിൽ ഒരു വലിയ കഴിവുള്ള ഒരാൾ ഒരു പാവപ്പെട്ടവനെ, സാധുവായ ഒരാളെ ഇടിക്കുകയാണ്. അപ്പൊ അയാൾ സഹോദര ഒന്നും ചെയ്യല്ലേ സഹോദര ഞാൻ ഇനിയൊന്നും കാണിക്കൂല എന്ന് പറഞ്ഞൊരു വിനയം കാണിച്ചാൽ അത് ഇബാദത്താവുകയില്ല. കാരണം അത് അയാൾ നിർബന്ധിതാവസ്ഥയിൽ അയാൾ പറയുന്നതാണ്. നേരെ മറിച്ച് നിങ്ങൾ മൗലവി സാഹിബ് വലിയ ഒരു തമാശയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഭക്ത്യാദരവപൂർവ്വം ചോദിക്കുമ്പോഴാണ്, വിനയം പ്രകടിക്കുമ്പോഴാണ് അത് ആരാധനയാവുക എന്ന്. മൗലവി സാഹിബ് ഇങ്ങനെ ഒരു ഇബാദത്തിന്റെ ഒരു നിർവചനം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഹദീസിലുണ്ടോ? ഇജ്മായിലുണ്ടോ? ഖിയാസിലുണ്ടോ? നിങ്ങൾ ഈ വിടുവായത്വം ഞങ്ങളോട് വേണ്ട, നിങ്ങളുടെ അനുയായികളോട് പറഞ്ഞാൽ മതി. ഈ കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങൾ പിന്നെ സാധു ഫത്ഹുൽ ബാരി വാദിച്ചു, ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്തു തരുക എന്നല്ലാതെ എന്താണ് അതിലുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ അതിന്റെ ആദ്യ ഭാഗം കട്ടിരിക്കുന്നു മൗലവി സാഹിബ്, അത് നിങ്ങൾ വായിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, അവിടെ ഫത്ഹുൽ ബാരിയിൽ ഹാഫിള് പറയുന്നു, അല്ലാഹുവിനെ പറ്റി അവരോട് ചോദിച്ചാൽ, വഅൻ സിഫത്തിഹി, അല്ലാഹുവിന്റെ സിഫത്തിനെ പറ്റിയും, വസഫിഹി വസഫുഹു വഅൻ സിഫത്തിഹി, അങ്ങനെ ചോദിച്ചാൽ ഇല്ലല്ല ഒന്നും തെറ്റിയിട്ടില്ല, അല്പവും തെറ്റിയിട്ടില്ല. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളെ കൊണ്ട് അവസാനം ഞാൻ കരയിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ചോദിച്ചാൽ വസഫൂഹു, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് വിശേഷിപ്പിക്കും, അള്ളാഹുവിന്റെ വിശേഷണം അല്ലാത്തതാണ് പറയുക. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹു അല്ല. മൗലവി അതായാ പറഞ്ഞത്. എന്റെ ചോദ്യം അതായിരുന്നു. മക്കളുള്ള അള്ളാഹുവിനെയാണ് അവർ പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിനെ കൊണ്ട് അവർ ശിർക്ക് വെക്കുകയും ചെയ്തിരുന്നു. ഇതാണ് മൗലവി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത്. നിങ്ങൾ പകുതി മാത്രം വായിച്ചത് കൊണ്ടായില്ല, മുഴുവനും നിങ്ങൾ വായിക്കണം. ഇതിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ വമാ യുഅ്മിനു അക്തറുഹും ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. മൗലവി സാഹിബ് ഇത് ഓർക്കണം നിങ്ങൾ. ആദ്യം പറഞ്ഞ നിർവചനം വിനയത്തോടെയുള്ള ചോദ്യം എന്ന് പറഞ്ഞപ്പോ നമ്മൾ സംശയം ചോദിച്ചപ്പോ പിന്നെ മൗലവി അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന്, ഇങ്ങനെ ഓരോന്ന് മൗലവി സാഹിബ് മാറ്റി പറയേണ്ടി വരും. മറ്റൊന്ന്, ഈ റാസിയിൽ നിന്ന് മൗലവി ഉദ്ധരണി വായിച്ചു. എന്തായിരുന്നു വായിച്ചത്? അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. മൗലവി അതിൽ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നില്ല മൗലവി, നിങ്ങൾ അത് പഠിച്ചിട്ടില്ല. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമില്ല. നിങ്ങൾ നോക്കൂ, ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്നു, എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറഞ്ഞു, ഹാദാ യുബയ്യിനു അന്നൽ മുശ്രിക ബില്ലാഹി അന്നഹു ഫി സൂറത്തി. മൗലവി സാഹിബ് ബാഹ്യമായി അവര് അള്ളാഹുവിന് മുസ്ബിത്തുൻ, അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ലാകിന്നഹു ഫിൽ ഹഖീഖത്തി, നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ഇബാറത്ത്. ബാഹ്യമായി രൂപത്തിൽ അള്ളാഹുവിനെ അവർ സ്ഥിരപ്പെടുത്തിയിരുന്നെങ്കിലും ലാകിന്നഹു ഫിൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ മുൻകിറുൽ ലിവുജൂദില്ലാ, അള്ളാഹുവിന്റെ വുജൂദിനെ, അസ്തിത്വത്തെ അവർ നിഷേധിച്ചവരായിരുന്നു. അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല മൗലവി. നിങ്ങൾ ഇത് പഠിക്കണം. നിങ്ങൾ തഫ്സീറുൽ റാസി കണ്ടിട്ടില്ല. നിങ്ങൾ ആയത്തെ തലയും തഫ്സീറിന്റെ ആദ്യവും അവസാനവും കട്ടുവെച്ചുകൊണ്ട് മൂടി വെച്ചുകൊണ്ടാണ് നിങ്ങൾ വായിക്കുന്നത്. ഇത് ഞങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല മൗലവി. SSF-കാരായ ചെറിയ പ്രവർത്തകരായ ഞങ്ങളുടെ മുമ്പിൽ വിലപ്പോവുകയില്ല. പിന്നല്ലേ ഞങ്ങളുടെ ബന്തോക്കിന്റെ മുമ്പിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു, മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രാർത്ഥന ആരാധനയാണെന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ആരാധനയാകുന്ന പ്രാർത്ഥന ഏത് നിങ്ങൾ വിശദീകരിക്കണം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പോരാ, ഭക്ത്യാദരപൂർവമാകുമ്പോഴാണ് ഇബാദത്താവുക എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. എപ്പോഴാണ് അത്? ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം. മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടായില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അള്ളാഹുവിൽ, ആ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഇല്ലായിരുന്നു എന്നാണ് ഞാൻ നേരത്തെ ഓതിയത്. അതിന് മൗലവി സാഹിബ് ഗണ്ണിച്ചത് എങ്ങനെയാണെന്നോ, റഹ്മാനായ
റബ്ബിനെ നിഷേധിച്ചിരുന്നു. അല്ല മൗലവിയും ഞാൻ ഓതിയായിട്ട് നിങ്ങൾ അവിടെയും കട്ടിരിക്കുന്നു. സൂറത്തുൽ റാദിലെ 5-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഉലൈകല്ലദീന കഫറു ബി റബ്ബിഹിം എന്ന റബ്ബിനെ കൊണ്ട് അവർ അവിശ്വസിച്ചിരുന്നു. റഹ്മാനെ കൊണ്ടല്ല, റബ്ബിൽ തന്നെ അവർക്ക് വിശ്വാസം ഇല്ലായിരുന്നു. മറുപടി പറയണം നിങ്ങൾ ഇതിന്. നിങ്ങൾ വെറുതെ ഈ മുജാഹിദ് പ്രവർത്തകർക്ക് മുമ്പിൽ മാത്രം ക്ലാസ് എടുത്ത് രക്ഷപ്പെട്ടത് കൊണ്ടാവില്ല, ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഉലൈകല്ലദീന കഫറു ബി റബ്ബിഹിം, റബ്ബിൽ അവർക്ക് വിശ്വാസം ഇല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. മൗലവി പറയുന്നു ഉണ്ട്. മുസ്ലിമികൾ ചിന്തിക്കേണ്ടത് എന്താണ്? അള്ളാഹു പറയുന്നത് കേൾക്കണമോ മൗലവി പറയുന്നത് കേൾക്കണമോ? മൗലവിയുടെ പഴയകാല നേതാക്കൾ പറയുന്നത് എന്താ? അവർ അവിശ്വസിച്ചവരായിരുന്നു, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഇല്ല എന്ന്. അമാനി മൗലവി പറയുന്നത് എന്താ? അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഇല്ല എന്ന്. ഇവിടെ വെച്ചിതാ ഈ മൗലവി പറയുന്നു അവർക്ക് വിശ്വാസം ഉണ്ട് എന്ന്. ഇത് ഏത് ഇസ്ലാമാണ്, ഏത് ഖുർആനാണ്, ഏത് സുന്നത്താണ് നിങ്ങൾ പറയുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടിയിരിക്കുന്നു. അവര് ശരീക്കിലുള്ള മക്കളുള്ള വിഗ്രഹങ്ങളെ ചേർത്തിരുന്ന അള്ളാഹുവിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇപ്പൊ മൂപ്പര് വിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്തിരുന്നു. അപ്പൊ അള്ളാഹു വിശ്വാസം ഉണ്ട്, മൂപ്പരിനെ സമ്മതിച്ചു. പിന്നെ മൂപ്പര് പറഞ്ഞു യക്ഫുറൂന ബിർ റഹ്മാൻ, പരസ്പരം തന്നെ നിഷേധിച്ചിരുന്നു. ഇപ്പൊ പറഞ്ഞു ശിർക്ക് വെച്ചിരുന്നു. ഏതാപ്പതിൽ ശരി? ആദ്യം പറഞ്ഞു തസ്ബിഹ് അള്ളാഹിന്റെ സമ്മതം കൂടാതെ അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്തിരുന്നു. അപ്പൊ അള്ളാഹിൽ വിശ്വാസം അല്ലെങ്കിൽ പിന്നെ ശുപാർശ ഉണ്ടാകും അവിടെ? പിന്നെ മൂപ്പര് പറഞ്ഞു യക്ഫുറൂന ബിർ റഹ്മാൻ, പടച്ചോനെ പാടെ നിഷേധിച്ചിരുന്നു. ഞാൻ പറഞ്ഞു യക്ഫുറൂനന്റെ ആയത്തുകൾ ഇനിയും ഓതിക്കോളൂ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിഷേധിച്ചാൽ തന്നെ യക്ഫുറൂന ബിർ റഹ്മാൻ എന്ന് പറയാം, വഹും യക്ഫുറൂന ബിർ റഹ്മാൻ എന്ന് പറയാം. അള്ളാഹുവിന്റെ പല നിഅമത്തുകളെയും അവർ നിഷേധിച്ചിട്ടുണ്ട്, പരലോകത്തെ നിഷേധിച്ചിട്ടുണ്ട്, റസൂലിനെ നിഷേധിച്ചിട്ടുണ്ട്, ഖുർആനെ നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ല. റാജി ഞാൻ വായിച്ചു, റാജി വായിച്ചതിൽ നിന്ന് അന്നഹും കാനൂ മുഖിറീന ബിവുജൂദിൽ ഇലാഹി എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു. അന്നഹും കമാൻ ഇല്ല അന്നഹും കാനൂ യുസ്ബിതൂന ലഹു ശരീകം ഫിൽ മഅബൂദിയത്തി, അവർ ചെയ്ത ശിർക്ക് എന്താണ്? അള്ളാഹുവിന്റെ ആസ്തിക്യത്തിൽ വിശ്വസിക്കുകയും അതോടൊപ്പം ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകുകയും ചെയ്തു. എന്നൊക്കെ അവർ പറഞ്ഞ അതിനെ സംബന്ധിച്ചാണ്. മാത്രമല്ല നസലത്ത് ഹാദിഹിൽ ആയത്ത് ഫീ തൽബിയത്തി മുശ്രിക്കിയൽ അറബ്, അറബികളുടെ അറേബ്യൻ മുശ്രിക്കുകളുടെ തെൽബിയത്തിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിറങ്ങിയത്. എന്താണ് അവർ പറഞ്ഞിരുന്നത്? ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്ന് അവർ തെൽബിയത്തിൽ പറഞ്ഞിരുന്നു. പടച്ചവനെ നിനക്ക് പങ്കുകാരുണ്ട്, പക്ഷേ സ്വതന്ത്ര പങ്കുകാരല്ല, നീ കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന നിന്റെ കീഴിലുള്ള പങ്കുകാരാണ്. എന്നിട്ട് ഞാൻ ഇക്രിമയിൽ നിന്നുള്ള വാചകം ഇബ്നു ഹജർ അസ്കലാനി ഉദ്ധരിച്ചത് പറഞ്ഞു, മിൻ ഈമാനിഹിം, എന്റെ വക വായിച്ചതല്ല. പിന്നെ പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളെ ശൈഖുൽ ഇസ്ലാമിൽ ബൈജൂരി അഹ്ലുസുന്നത്തിന്റെ നിർവചനമാണെന്ന് പറഞ്ഞ നിർവചന ഞാൻ പറഞ്ഞു, എന്റെ സ്വന്തമായി പറഞ്ഞിട്ടില്ല. അതോടൊപ്പം അത് മൂപ്പര് വിട്ടു. തശ്വഇൻദല്ലാഹി ആദ്യം വിട്ടു. പിന്നെ യക്ഫുറൂന ബിർ റഹ്മാൻ ഇപ്പൊ മൂപ്പര് ശിർക്ക് വെച്ചു എന്നാ വായിക്കുമ്പോ തന്നെ മൂപ്പർക്ക് ബബ്ബബ്ബാകുക. ഇനി എത്ര നമുക്ക് വായിക്കാണ്ട് ഇപ്പൊ തന്നെ ബബ്ബബ്ബായാ പറ്റുമോ? ഇനിയും കേട്ടോളൂ. ഇഅ്ലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവിഹി ഫിൽ വുജൂദി വൽ ഖുദ്റതി വൽ ഇൽമി വൽ ഹിക്മ വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ ലാകിന്ന സനവിയത യുസ്ബിതുന ഇലാഹൈനി. റാദിയാണ് പറയുന്നത്, എഴുതി വെച്ചോളൂ. എന്താ അതിനർത്ഥം? നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തൊരാളുമില്ല വുജൂദിലും ഖുദ്റത്തിലും ഇൽമിലും ഹിക്മത്തിലും അള്ളാഹുവിനോട് പങ്കാളിയെ സ്ഥാപിച്ച ഒരുത്തനും ലോകത്തില്ല. റാദി പറയുന്നു എന്റെ കാലം വരെ ഇതുണ്ടായിട്ടില്ല. ലോകത്തൊരു കാലത്തിൽ അള്ളാഹുവിനെ പോലെ കാണുന്ന, അള്ളാഹിനെ പോലെ കേൾക്കുന്ന എന്ന് ഒറ്റ മുശ്രിക്കും പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞില്ല കേട്ടോ, നിങ്ങളെ ജീലാനി സപ്ലിമെന്റിൽ അള്ള കാണുന്ന പോലെ കാണും, അള്ള കേൾക്കുന്ന പോലെ കേൾക്കുമെന്ന്. അങ്ങനെ ഒരൊറ്റ മുശ്രിക്കും പറഞ്ഞിട്ടില്ല. റാജിയുടെ കാലഘട്ടം വരെയുള്ള ഒറ്റ മുശ്രിക്കും പറഞ്ഞിട്ടില്ല. അപ്പൊ വുജൂദിൽ അള്ളാഹുവിനോട് സമൻ, അല്ലെങ്കിൽ ഖുദ്റത്തിൽ അള്ളാഹിനോട് സമൻ, ഇൽമിൽ അള്ളാഹിനോട് സമൻ എന്ന് പറഞ്ഞിട്ടില്ല. സനവിയത്ത് മാത്രമാണ് രണ്ട് ഇലാഹുകളെ സ്ഥാപിച്ചതെന്ന് റാജി പറഞ്ഞു. അപ്പൊ വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സൂറത്ത് യൂസുഫിൽ ആയത്ത് ഞാൻ അതിനാണ് ഉദ്ധരിച്ചത്. അതിലെ തഫ്സീർ ഞാൻ സ്വന്തമൊക്കെ പറഞ്ഞിട്ടില്ല, റാദിയിൽ നിന്ന് ഞങ്ങൾ വായിച്ചതാണ്. റാദിയിൽ നിന്ന് വായിക്കുക മാത്രമല്ല, വ്യക്തമായി തന്നെ അതിന് ഫത്ഹുൽ ബാരിയിൽ ഇക്രിമ റളിയല്ലാഹു അൻഹു കൊടുത്ത വിശദീകരണം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇനി കേട്ടോളൂ, തൊബരി തന്നെ പറയുകയാണ്, ഫലൈസ അഹദുൻ യുശ്രികു ബിഹി ഇല്ലാ വഹുവ മുഅ്മിനുൻ ബിഹി. കണ്ടോ, ശിർക്ക് ചെയ്യുന്ന ഒരുത്തനും അള്ളാഹുവിൽ വിശ്വസിക്കാത്തവനായി ഉണ്ടാവുകയില്ല. മുശ്രിക്കാകണമെങ്കിൽ തന്നെ ആദ്യം ഈമാൻ വേണ്ടേ? ഈമാനിലല്ലേ ശിർക്ക് വരിക? മറ്റോനെ മതനിഷേധിന്നോ അല്ലെങ്കിൽ യുക്തിവാദിന്നോ നിരീശ്വരവാദിന്നോ അല്ല പറയാം. ഫലൈസ അഹദുൻ, ഒരാളുമില്ല, എഴുതി വെച്ചോളി, യുശ്രികു ബിഹി ഇല്ലാ വഹുവ മുഅ്മിനുൻ ബിഹി. കണ്ടോ, അവനിൽ വിശ്വസിക്കാത്തവനായി ഒരൊറ്റ മുശ്രിക്കുമില്ല. എന്നിട്ട് ചോദിക്കണം കേട്ടോളി, അലാ തറ കൈഫ കാനത്തിൽ അറബു തുലബി,
അറബികൾ തൽബിയത്ത് എങ്ങനെ നിങ്ങൾ കാണുന്നില്ലേ? തഖൂലു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക് കാനൂ യഖൂലൂന ഹാദാ. അപ്പൊ അവർക്ക് ഈമാൻ ഉണ്ട് എന്നിട്ടും ശിർക്ക് ചെയ്യുന്നു എന്ന് ഇബ്നു സയ്യിദിൽ നിന്ന് ഉച്ചരിച്ചുകൊണ്ട് ഇവിടെ തബരി പറഞ്ഞിട്ടുണ്ട്. ലൈസ അഹദുൻ യഅബുദു മഅല്ലാഹി ഗൈറഹു ഇല്ലാ വഹുവ മുഅ്മിനുൻ ബില്ലാഹി വയഅരിഫു അന്നല്ലാഹ റബ്ബുഹു വഅന്നല്ലാഹ ഖാലിഖുഹു വറാസിഖുഹു വഹുവ യുശ്രികു ബിഹി. കണ്ടോ, വീണ്ടും പറയുകയാണ്, തബരി പറയുകയാണ്, ഒരാളുമില്ല അള്ളാഹുവിനെ കൂടാതെ അവനോടൊപ്പം മറ്റുള്ളവർ ആരാധിക്കുന്ന ഒരുത്തനുമില്ല അള്ളാഹുവിൽ വിശ്വസിക്കാത്തവനായി, വയാരിഫ് അള്ളാഹുവിനെ അറിയാത്തവനായി ഇല്ല. എന്താ അറിയുന്നത്? അള്ളാഹു അവന്റെ റബ്ബാണ്, അള്ളാഹു അവന്റെ ഖാലിഖാണ്, റാസിഖാണ്. അതോടൊപ്പം അവർ ശിർക്ക് വെക്കുകയും ചെയ്യുന്നു. അല്ലാത്ത ഒരൊറ്റ ആളുമില്ല എന്നാ തബരി പറയുന്നത്. തബരിക്ക് ഖുർആൻ മനസ്സിലായിട്ടില്ലേ? ബൈദാവിക്ക് മനസ്സിലായിട്ടില്ലേ? റാസിക്ക് മനസ്സിലായിട്ടില്ലേ? അവരൊക്കെ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം വ്യക്തമായി തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളെ സ്വന്തം വക പറഞ്ഞതല്ല. ഇക്രിമയിൽ നിന്ന് ഉദ്ധരിച്ചു, ഇബ്നു സയ്യിദിൽ നിന്ന് ഉദ്ധരിച്ചു, തബരിയിൽ നിന്ന് ഉദ്ധരിച്ചു, റാസിയിൽ നിന്ന് ഉദ്ധരിച്ചു, ഫതുൽ ബാരിയിൽ നിന്ന് ഉദ്ധരിച്ചു. ഇനിയും നിങ്ങൾ മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയരുത്. ഞങ്ങളുടെ വാദം ഞങ്ങൾ കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. മൗലവി സാഹിബ്, കേവലം വിനയപ്രകടനം അത് ആരാധനയാവുകയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സ്വയം പര്യാപ്തത ചാർത്തിക്കൊണ്ടുള്ള വിനയപ്രകടമാകുമ്പോഴേ മൗലവി സാഹിബ് ആരാധനയാവുകയുള്ളൂ. ഞങ്ങളുടെ പണ്ഡിതന്മാരെല്ലാവരും പൂർവ്വകാല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് മൗലവി സാഹിബ്. പിന്നെ മറ്റൊന്ന്, ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം എന്ന് പറഞ്ഞ ആയത്തിനെ കുറിച്ച് മൗലവി ഒന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ കൊണ്ട് റബ്ബിൽ അവർ അവിശ്വസിച്ചവരായിരുന്നു എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മൗലവി പറഞ്ഞത് എന്താണ്? അവർക്ക് ശരീക്കുള്ള അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. മൗലവി സാഹിബെ, ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. വലതുള്ള, മക്കളുള്ള, സന്താനങ്ങളുള്ള അള്ളാഹുവിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ അള്ളാഹു അത് മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ഏതാണ്? ശരീക്കുള്ള അള്ളാഹുവാണ്. ആ ശരീക്കുള്ള അള്ളാഹു അല്ല മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത് ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, റബ്ബിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഖാലു, മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖതബ ഇലാ സാദാത്തിൽ ജിന്നി, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിൽ നിന്നുള്ള സൗന്ദര്യവതികളും സുന്ദരികളുമായ ആളുകളോട് പെൺകെട്ട് പറഞ്ഞു. എന്നിട്ട് വസവ്വജഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് അവർ കെട്ടിച്ചു കൊടുത്തു, മിൻ സറവാതി ബനാതിഹിം, നല്ല ജിന്നുകളായ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തു. അതിലുണ്ടായ മക്കളാണ് മലക്കുകൾ എന്ന വിശ്വാസക്കാരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. ഇങ്ങനെ ശരീക്കുള്ള, പങ്കാളിയുള്ള, മക്കളുള്ള അള്ളാഹുവിലാണ് മൗലവി സാഹിബേ അങ്ങനെ ഒരു അള്ളാഹു എന്ന പേരിൽ അതിനെയാണ് അവർ പറഞ്ഞിരുന്നതും വിശ്വസിച്ചിരുന്നതും. ഇതാണ് ഇമാം റാസി റഹിമഹുല്ലാ വ്യക്തമാക്കി പറഞ്ഞുവല്ലോ. എന്തായിരുന്നു? വഹുവ ഫിൽ ഹഖീഖത്തി മഅന്നഹു ബിസൂറത്തി മുസ്ബിതുൻ, ബാഹ്യത്തിൽ അവർ അല്ലാഹുവിനെ പറയുമെങ്കിലും ലാകിന്നഹു ഫിൽ ഹഖീഖത്തി മുൻകിറുൻ ലിവുജൂദില്ലാ, അല്ലാഹുവിന്റെ ആസ്തിക്യത്തെ തന്നെ യഥാർത്ഥത്തിൽ അവർ നിഷേധിക്കുന്നവരായിരുന്നു. മുൻകിറുൻ, നിഷേധിക്കുന്നവരായിരുന്നു എന്ന് ഇമാം റാസി പറഞ്ഞത്. അതുകൊണ്ടാണ് മൗലവി സാഹിബ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇവിടെ മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടായില്ല. ആ വിശ്വാസം കേരളത്തിലെ സുന്നികളെ പോലെ മക്കയിലെ മുശ്രിക്കുകൾക്കുമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ലെന്നും അത് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്നും ഇവിടെ വെച്ച് ഈ ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർക്ക് വിശ്വാസമില്ല എന്നാണ്, ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം എന്നാണ്. നിങ്ങൾ പറഞ്ഞതോ ശരീക്കുള്ള, മക്കളുള്ള അള്ളാഹുവിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു അള്ളാഹുൽ, ഒരു ദൈവത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. അതിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്നു നമുക്കതേക്കുറിച്ച് ചർച്ചയില്ല, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ അള്ളാഹുവിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇവിടെ മറുപടിയായിട്ടില്ല. പ്രാർത്ഥന എപ്പോഴാണ് ആരാധനയാവുക എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇബാദത്തിന്റെ നിർവചനം എന്താണ് എന്ന് മൗലവി സാഹിബിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേവലം വിനയപ്രകടനമെന്നും ഭക്ത്യാദരപൂർവമെന്നും നേരത്തെ പറഞ്ഞു. തെളിവ് ഞാൻ ചോദിച്ചിരുന്നു, ഒരൊറ്റ തെളിവും പറഞ്ഞിട്ടില്ല. ഭക്ത്യാദരപൂർവമുള്ള വിനയമാണ് എന്ന് മൗലവി സാഹിബ് പറഞ്ഞു. ഇബാദത്തിന്റെ നിർവചനം ആയത്ത് ഞാൻ ചോദിച്ചിരുന്നു.
മറുപടി അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനയുടെ വിവക്ഷയെക്കുറിച്ച് ഇതുവരെയും വ്യക്തമാക്കിയില്ല. മൗലവി സാഹിബ് മക്കയിലെ മുശ്രിക്കുകൾക്ക് സുന്നികൾ പോലുള്ള വിശ്വാസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതുവരെയും അത് ആയത്ത് കൊണ്ട് തെളിയിച്ചിട്ടില്ല, ഹദീസ് കൊണ്ട് തെളിയിച്ചിട്ടില്ല, ഇജ്മാ കൊണ്ട് തെളിയിച്ചിട്ടില്ല, ഖിയാസ് കൊണ്ട് തെളിയിച്ചിട്ടില്ല. അതേ അവസരത്തിൽ ശരീക്കുള്ള മക്കളുള്ള ഏതോ ഒരു ദൈവത്തെ കുറിച്ച് അവർ പറഞ്ഞു. നമുക്കതേക്കുറിച്ച് ചോദ്യമില്ല, ചർച്ചയില്ല. എന്റെ ചോദ്യം മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിലാണ്. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. പ്രാർത്ഥന എപ്പോഴാണ് ആരാധനയാവുക എന്ന് പറഞ്ഞിട്ടില്ല. മുഹദ്ദിസിനെ രക്ഷിക്കണം എന്നത് ആരാധനയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആരാധനയാവുകയില്ല. കേവലം പ്രാർത്ഥന എന്നത് പറഞ്ഞത് കൊണ്ട് മാത്രം അത് ആരാധനയാവുകയില്ല, ഇബാദത്താവുകയില്ല. അത് ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ച 6 ചോദ്യവും മറുപടിയില്ലാത്ത ചോദ്യമായി ഇവിടെ അവശേഷിക്കുകയാണ്. മൗലവി സാഹിബ് സാധാരണ തെരുവുകളിൽ പ്രസംഗിക്കുന്ന ആ മാറ്റർ ഇവിടെ പറഞ്ഞത് കൊണ്ട് മൗലവി ഉത്തരവാവുകയില്ലെന്ന് നിങ്ങൾ ഓർക്കണം. അത് നിങ്ങൾക്കേ മറുപടിയാവുകയുള്ളൂ, ഞങ്ങൾക്കത് ഒരിക്കലും മറുപടിയല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് ഉലൈകല്ലദീന കഫറൂ ബി റബ്ബിഹിം എന്നാണ്. റബ്ബിൽ അവർക്ക് വിശ്വാസമില്ല എന്നാണ് പറയുന്നത്, നിങ്ങൾ ഉണ്ട് എന്നുമാണ്. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ മൗലവിമാർ പറഞ്ഞതിന് തന്നെ എതിരാണിത്. ഞാൻ ചോദിച്ച പ്രാർത്ഥനയുടെ മാനയും ഇബാദത്തിന്റെ വിവക്ഷയും പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഇതുവരെയും തെളിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ മക്കയിലെ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ ഇതുവരെയും ഖുർആൻ കൊണ്ട് തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യം എതിരാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞ എന്താ? നിങ്ങൾ ആകെപ്പാട് സുലൈമാൻ സഖാവിയോട് വായിച്ച തസ്ബിഹ് അള്ളാന്റെ അനുമതി കൂടാതെ അള്ളാന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നു അല്ലെ? അപ്പൊ അള്ളാഹ് വിശ്വാസമുണ്ട് നിങ്ങളെ സമ്മതിച്ചില്ലേ? പിന്നെ നിങ്ങളിപ്പോ യക്ഫുറൂന ബിർറഹ്മാൻ വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് നുണ സ്ഥാപിച്ചാൽ വൈരുദ്ധ്യമുണ്ടാകും. നുണ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ വൈരുദ്ധ്യമുണ്ടാകും. ഇനി ഉലൈകല്ലദീന കഫറൂ ബി റബ്ബിഹിം റാജിയ ഞാൻ വായിക്കുന്നത്. ഉലൈകല്ലദീന കഫറൂ ബി റബ്ബിന്റെ അർത്ഥം എന്താ അറിയോ? ഞാൻ ഇതുവരെ എന്റെ നാവുകൊണ്ട് പറയുന്നത് വഹാദാ യദുല്ലു അലാ അന്ന കുല്ല മൻ അൻകറൽ ബഅസ വൽ ഖിയാമത ഫഹുവ കാഫിറുൻ. പുനരുത്ഥാനത്തെ നിഷേധിച്ചാൽ, ഖിയാമത്തിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. وإنما لزم من إنكار البعث الكفر بربهم من حيث إن إنكار البعث لا يتم إلا بإنكار القدرة والعلم والصدق എന്ന് പറഞ്ഞുകൊണ്ട് രാജത് വിശദീകരിക്കുകയാണ്. ബഅസിനെ നിഷേധിച്ചാൽ അത് റബ്ബിനെ നിഷേധിക്കാൻ തുല്യമായി. പരലോകത്തെ നിഷേധിച്ചതുകൊണ്ട്, റസൂലിനെ നിഷേധിച്ചതുകൊണ്ട്, ഖുർആനെ നിഷേധിച്ചതുകൊണ്ട് അവർ റബ്ബിനെ നിഷേധിച്ചു എന്ന് പറയാമെന്ന് മുഫസ്സിറുകൾ പറഞ്ഞു. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. ഇപ്പൊ റാജിയിൽ നിന്ന് ഞാനത് വായിച്ചു. അതുകൊണ്ട് ആജാതി മുഖാമുഖത്തിലെ ബോംബൊന്നും ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല, അതൊന്നും ഇവിടെ പൊട്ടൂല. ആജാതി നനഞ്ഞ പടക്കൊന്നും ഇവിടെ പറയേണ്ടതില്ല. പിന്നെ ആസ്തിക്യത്തെ നിഷേധിക്കുന്നു എന്നുള്ളതിനൊപ്പം റാജി വായിച്ചു. ആസ്തിക്യത്തെ നിഷേധിക്കുന്ന ഒരു കൂട്ടർ മക്കത്തുണ്ടായിരുന്നു. വമാ യുഹ്ലികുന ഇല്ല ദഹർ, കാലമല്ലാതെ നമ്മളെ നശിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഇന്നത്തെ നിരീശ്വരവാദികളെ പോലുള്ളൊരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് മുസ്ലിയാർ വായിക്കുന്നത്. ഞങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിച്ചു. വലയിൻ സഅൽതഹും മൻ ഖലഖ സമാവാതി ഖുൽ മൻ യർസുഖുക്കും. ഇതൊക്കെ ഞാൻ വ്യക്തമായി തന്നെ ഇവിടെ പറഞ്ഞു. അതിന് റാജി ഉദ്ധരിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇബ്നു അൽ-അസ്കലാനി ഉദ്ധരിച്ചു, ഇക്രിമയുടെ ഉദ്ധരിച്ചു, ഇബ്നു സൈദിന്റെ ഉദ്ധരിച്ചു, തബരിയുടെ ഉദ്ധരിച്ചു. ഒന്നിനും മറുപടിയില്ല. മൂപ്പരെ സാധാരണ റെഡിമെയ്ഡ് പ്രസംഗം നടത്തിയിട്ട് മറുപടി എന്നാൽ മൂപ്പര് വിശദീകരിച്ചല്ലോ. ഞാൻ പറഞ്ഞത് അതല്ല എന്ന് പറയുകയാണ് മൂപ്പര് ചെയ്ത്. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് തസ്ബിഹു ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി എന്ന് പറഞ്ഞിടത്തുനിന്ന് പോയി യക്ഫുറൂന ബിർറഹ്മാൻ എന്നും പോയി. ഇപ്പൊ പറയുന്നത് എന്താണ്? ശിർക്ക് വെച്ചിരുന്നു. പക്ഷേ അതെന്താണ്? കുട്ടികളുള്ള അള്ളാഹുവാണ്, പെൺമക്കളുള്ള അള്ളാഹുവാണ്. ഏത് അള്ളാഹുവിലായാലും പരമാധികാരിയായ ഒരു അള്ളാഹുവിൽ അവർ വിശ്വസിക്കുകയും അതോടൊപ്പം മഹാന്മാർക്ക് അവർ ഇബാദത്തെടുക്കുകയും ചെയ്തു. അതാണ് ശിർക്ക്. നിങ്ങൾ ചെയ്യുന്ന ദുആ ഇബാദത്താണെന്ന് ആയത്ത് കൊണ്ട് ഞാൻ തെളിയിച്ചു. ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന ആയത്ത് ഓതിയിട്ട് ഹദീസ് കൊണ്ട് ഞാൻ തെളിയിച്ചു. അദ്ദുആഉ അൽ ഇബാദ. മാത്രമല്ല നിങ്ങൾ ഇവിടെ ഇതുവരെ വാദിച്ച സമദിയ്യത്ത് 10 കൊല്ലാലേ നുണയും പറഞ്ഞ് നടക്കണേ. സമദിയ്യത്തും പറഞ്ഞിട്ട് മുങ്ങാങ്ങും ഇരുന്നപ്പോ തെളിയിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞ ചർച്ചകളിലൊന്നും സമദിയ്യത്ത് കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ സമദിയ്യത്തിന്റെ ആശാന്മാരെ തന്നെ ഇറക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് തെളിയിക്കാൻ സാധിച്ചോ? സാധിക്കുകയില്ല. നിങ്ങൾക്ക് കേരളത്തിൽ മുജാഹിദുകളുടെ മുമ്പിൽ സമദിയ്യത്ത് തെളിയിക്കാൻ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. കാരണം കളവ് സ്ഥാപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. കളവ് സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം സമദിയ്യത്ത് നിങ്ങൾ ഈ പറഞ്ഞത് ഈ ഓലപ്പാമ്പുണ്ടല്ലോ, സമദിയ്യത്തിന്റെ ഓലപ്പാമ്പ്, അത് മുഖാമുഖം ഇരിക്കുമ്പോൾ നടക്കുകയില്ല, വാദപ്രതിവാദത്തിൽ നടക്കുകയില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം മക്കയിലെ മുശ്രിക്കുകൾ ഖുർആൻ പരിചയപ്പെടുത്തി അള്ളാഹിൽ വിശ്വസിച്ചിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഖുർആൻ പരിചയപ്പെടുത്തേണ്ടി വന്നത് അവർക്ക് അള്ളാഹിനെ കുറിച്ച് യഥാർത്ഥ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്കുള്ള വിശ്വാസത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത്. അബില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർളി. അങ്ങനെയാണ് തക്ബീറല്ലേ ജയിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ തെളിവ് കൊണ്ട് ജയിക്കാൻ പറ്റുകയില്ല. അബില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർളി.
ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്? നിങ്ങളെ സൃഷ്ടിച്ചതാരാണ്? നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ആരാണ്? അതുപോലെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാരാണ്? പരമാധികാരമാർക്കാണ് എന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് അവർ പറയും. അതോടൊപ്പം അവർ അവിടെ ഉണ്ടായിരുന്ന ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവകാശമില്ല, നിങ്ങൾ ബഹുദൈവ വിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നത്, തൗഹീദ് എന്ന ഓമന പേരിട്ട് നിങ്ങൾ ശിർക്കാണ് പ്രചരിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് സാധാരണക്കാരെ യാക്കോബിന് മുമ്പിൽ നിർത്തി പ്രകോപനമുണ്ടാക്കി പ്രസംഗിക്കാൻ സാധിക്കും. പക്ഷെ പണ്ഡിതന്മാരുടെ മുമ്പിൽ മുഖാമുഖം ഇരിക്കുമ്പോൾ അത് നടക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചാൽ അവർ മുഅ്മിനായില്ലേ? അതവരായിട്ടില്ലല്ലോ. അതേ സമയം അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പരമാധികാരിയ. അതിനാണ് ഞാൻ ആയത്തോതിയത്, വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അള്ളാഹുവിൽ പങ്കുവെച്ചുകൊണ്ടാണ്. അവ പങ്കു ചേർത്തുകൊണ്ട് അവർ വിശ്വസിച്ചിരുന്നു. വദാനമിൻ ഈമാനിഹിം, അത് ഈമാനിൽപ്പെട്ടതാണ് എന്ന് ഇക്രിമ പറഞ്ഞ് ഞാൻ ഉദ്ധരിച്ചു, ഇബ്നു സയ്യിദ് പറഞ്ഞ് ഉദ്ധരിച്ചു. ഞാൻ പറയുന്നത് തടസ്സപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ സത്യം ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയും. പറയുന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആര് മുമ്പിൽ വന്നിരുന്നിട്ടും നിങ്ങൾക്ക് ഇതല്ലേ പറയാനുള്ളത്? ഇനി ഇതിലും വലിയ ആൾ വന്നാലും ഇതല്ലേ പറയാനുള്ളത്? നിങ്ങൾ ആരൊക്കെ വന്നാലും നിങ്ങൾക്ക് ഈ ശിർക്ക് സ്ഥാപിക്കാൻ പരിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുനബിയുടെ ഹദീസ് കൊണ്ടും ഇൻഷാ അല്ലാഹ് സാധിക്കുകയില്ല. അതിന് ഇത്തരത്തിലുള്ള സിറ്റിങ്ങുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യക്തമായി തന്നെ ഇത് തെളിയിക്കാനുള്ള അവസരമായി എന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. സമതായ അള്ളാഹു ആണ് ഞങ്ങൾ. അള്ളാഹു സമതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മൊയ്തീൻസിക്ക് സമതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനി 1:35 ഇപ്പൊ പിരിയണത്. 2:35 നമുക്ക് കൃത്യമായി തുടങ്ങാന്നുള്ള അഭിപ്രായം. എന്താ അഭിപ്രായം? 2:30 ഒരു 5 മിനിറ്റ്. കാരണം നമ്മൾ 1/2 മണിക്കൂർ വൈകിയാണ് തുടങ്ങിയത്. അതുകൊണ്ട് 2:35 സ്റ്റാർട്ട് ചെയ്യാം. മുജാഹിദ് വിഭാഗം ചോദ്യം ചോദിക്കുകയും സുന്നി വിഭാഗം മറുപടി പറയുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ചോദ്യോത്തരത്തിന്റെ സന്ദർഭത്തിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മറുപടി കിട്ടിയിട്ടില്ല എന്ന കാര്യം ആദ്യമായി വ്യക്തമാക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. കാരണം വിഷയം അവതരിപ്പിച്ച നമ്മുടെ സഹോദരൻ കാര്യമായും ഊന്നി നിന്നത് സ്വമതീയത്തിലായിരുന്നു. പ്രസംഗത്തിന്റെ ആകത്തുക അതായിരുന്നു എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. അതായത് മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാർക്ക് സ്വമതീയത്ത് കൽപ്പിച്ചുകൊണ്ടാണ് അവരോട് പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് അത് ശിർക്കാണ്. ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യന്മാർക്ക് സ്വമതീയത്ത് കൽപ്പിക്കുന്നില്ല. അതായത് ഞങ്ങൾ വിളിച്ചു തേടുന്ന മുഹ്യദ്ദീൻ ശൈഖോ മമ്പരത്തെ തങ്ങളോ ബദരീങ്ങളോ സ്വമതാണെന്ന് വിശ്വസിക്കുന്നില്ല, സ്വമതായ അള്ളാഹുവിൽ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നിവിടെ പറഞ്ഞു. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ തന്നെയാണ് സ്വമതായി അംഗീകരിച്ചിരുന്നത്. കാരണം അള്ളാഹു അസ്വമത് എന്ന് മാരിഫയാക്കി പറഞ്ഞത് അതുകൊണ്ടാണ്. അതിന് ഞാൻ തഫ്സീറുകൾ ഉദ്ധരിച്ചു. മാത്രമല്ല അത് മഅലൂമൻ അറബ് വലി അക്സരിൽ ഖൽഖി, അറബികൾക്കും സൃഷ്ടികളിൽ അധികം ആളുകൾക്കും അത് അറിയുന്നതായിരുന്നു എന്ന തഫ്സീറുകളും ഞാനിവിടെ വായിച്ചു. മാത്രമല്ല ഇങ്ങനെ സമതീയത്ത് കൽപ്പിക്കുകയാണെങ്കിൽ പിന്നെ തശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി എന്ന് നിങ്ങൾ തന്നെ വായിച്ച ആ ഇബാറത്തിന് എന്താ അർത്ഥമുണ്ട്? ആരാണ് ശഫാഅത്ത് ചെയ്യുക? സ്വന്തമായി കഴിവില്ലാത്തവൻ തന്നെക്കാൾ വലിയവരിൽ നിന്ന് അത് നേടിക്കൊടുക്കാൻ വേണ്ടി ആ ശുപാർശ നടത്തുക. അപ്പോൾ അവർക്കത് വിശ്വാസമുണ്ടായിരുന്നില്ല. അവർ അവരെ ആരാധ്യന്മാർക്ക് സമതീയത്ത് കൽപ്പിച്ചിരുന്നില്ല എന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അവരെ ബിംബങ്ങൾ ഒരിക്കലും തന്നെ ഉപകാരമോ ഉപദ്രവമോ യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല എന്ന് അവർ സമ്മതിച്ചിരുന്നു എന്ന റാജിയുടെ ഇബാറത്തും ഞാൻ അതിന് തെളിവായിട്ട് ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. അപ്പൊ പൂർവ്വകാല മുഫസ്സിറുകളൊക്കെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വിശ്വാസം ഞങ്ങൾ പറഞ്ഞതാണ്. അതായത് അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയുള്ള വിശദമായ അർത്ഥത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ വിശ്വസിച്ച് അവർ മുസ്ലിങ്ങളാകുമായിരുന്നു. അതേസമയം ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. നിങ്ങളെ സൃഷ്ടിച്ച ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. അതുപോലെ തന്നെ മഴ വർഷിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. ഭക്ഷണം നൽകുന്ന ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. അത് പറയുക മാത്രമല്ല യുഖിറൂന യഅതഖിദൂന, അതുപോലെ തന്നെ യഅതരിഫൂന എന്നിങ്ങനെ മുഫസ്സിറുകൾ അതിനെക്കുറിച്ച് വിവരിച്ചതും ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറയുകയുണ്ടായി. പിന്നെ സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്ത് ഞാൻ ഓതി, വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടാണ് അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. അത് വക്കാന മിൻ ഈമാനിഹിം എന്നത് ഇബ്നു സയ്യിദിൽ നിന്നും ഇക്രിമയിൽ നിന്നുമൊക്കെ ഞാൻ ഇവിടെ തൊബരിയിൽ നിന്നും എൻ്റെ റാസിയിൽ നിന്നും ഫത്തുൽ ബാൻ എന്നൊക്കെ വായിച്ചു. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി കിട്ടേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ എല്ലാ ഗുണങ്ങളിലും അവനോട് കടപിടിക്കുന്ന ഒരു തുല്യശക്തി വേറെയുണ്ടെന്ന് ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നതായി
ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കണം. അങ്ങനെ തെളിയിക്കാമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഞങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞൊരു ചോദ്യമാണ്. അതായത് ഇവിടെ പറഞ്ഞു പ്രാർത്ഥന, കക്കൂസ് പോകുമ്പോഴുള്ള പ്രാർത്ഥന, പുറത്തുവരുമ്പോഴുള്ള പ്രാർത്ഥന, അങ്ങനെ പല പ്രാർത്ഥനകളുണ്ട് എന്ന് പറഞ്ഞു. അതെല്ലാം ഇബാദത്താകുന്ന പ്രാർത്ഥനയാണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് ഞങ്ങൾക്കും അറിയാം, ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇബാദത്തല്ലാത്തൊരു പ്രാർത്ഥന ഉണ്ട് എന്നാ. പ്രാർത്ഥന രണ്ട് വിധന്റെ ഇബാദത്താണ് അല്ലാത്തത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇബാദത്തല്ലാത്ത ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂല് അള്ളാഹു അല്ലാത്തവരോട് നടത്തിയിട്ടുണ്ടോ? അതിനൊരു ഉദാഹരണം, തെളിവ് സഹിതം. അങ്ങനെ എന്താണ് ഇതിന്റെ തെളിവ്? എന്താണ്? റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് അമ്പിയാക്കളോ ഇബാദത്തല്ലാത്ത ദുആ അല്ലാഹ് അല്ലാത്തവരോട് നടത്തിയതിന് ഉദാഹരണം പറയണം. അതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇവിടെ ഇപ്പൊ തർക്കത്തിലിരിക്കുന്ന വിഷയം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണല്ലോ, പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, നബിയുടെ ജീവിതകാലത്ത് സഹാബികൾ പലരും നബിയിൽ നിന്ന് അകന്നു നിന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സദസ്സിലില്ലാതെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര പോയിട്ടും മറ്റുമൊക്കെ. അത്തരം സന്ദർഭത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചറിയേണ്ട പല പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നു, പല മസ്അലകളെ പറ്റിയും പല സംഗതികളെ പറ്റിയൊക്കെ. അങ്ങനെ വല്ല പ്രശ്നത്തിലും നബിയുടെ ജീവിതകാലത്ത് സഹാബികൾ ആരെങ്കിലും നബിയുടെ അസാന്നിധ്യത്തിൽ വെച്ച് നബിയെ വിളിച്ച് സഹായം തേടിയതായി നിങ്ങൾക്ക് സഹീഹായ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ ചോദ്യം ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഇവിടെ ഞങ്ങൾ നടത്തുന്നത് ഒരിക്കലും ഇബാദത്തായ ദുആയല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അതിന് മാതൃക കാണിച്ചിട്ടുണ്ടാവണമല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ആരെങ്കിലും നബിയുടെ അസാന്നിധ്യത്തിൽ വെച്ച് വല്ല പ്രശ്നത്തിലും നബിയെ വിളിച്ച് സഹായം തേടിയതായി തെളിയിക്കാമോ? മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വളരെ സുഖമാണ്. പറഞ്ഞ മറുപടി മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. അപ്പുറത്തിരിക്കുന്ന ഗുരുവര്യനോട് വിനയപൂർവ്വം ഞാൻ പറയുന്നു, താങ്കൾ ഇദ്ദേഹത്തെ പഠിപ്പിച്ചത് വേണ്ടതുപോലെ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. പഠിക്കുന്ന കാലത്ത് അണ്ടി പെറുക്കുന്നവർക്ക് ഇത് വേണ്ടത്ര മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പല തവണ നമ്മുടെ വ്യവസ്ഥ പ്രകാരം, കരാറ് പ്രകാരം ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒന്നാമത്തേത് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനാണ് തെളിവായി ഉദ്ധരിക്കേണ്ടത് എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം നേരത്തെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം, കഴിഞ്ഞ തവണ 1 മണിക്കൂർ സമയം നിങ്ങൾ ചോദിച്ച ഒരേ ഒരു ചോദ്യം എന്തായിരുന്നു? അള്ളാഹു അല്ലാത്ത മറ്റ് ദൈവങ്ങളെ അള്ളാഹുവിനോട് എല്ലാ ഗുണങ്ങളിലും എല്ലാ വിശേഷണങ്ങളിലും സ്വയം പര്യാപ്തത ആരോപിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ വാദിച്ചിരുന്നു എന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിഷയാവതരണത്തിന്റെ ആകത്തുക എന്ന് മൗലവിയോട് പറഞ്ഞല്ലോ. വിഷയാവതരണം സുഹൃത്തെ താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ല. വിഷയാവതരണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അള്ളാഹുവിന്റെ എല്ലാ ഗുണങ്ങളിലും സ്വയം പര്യാപ്തത ആരോപിക്കണം എന്നില്ല. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണത്തിൽ സ്വയം പര്യാപ്തത ആരോപിച്ചാലും അവൻ മുശ്രിക്കാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഒരു ഗുണത്തിൽ മാത്രമല്ല, ഒന്നിലധികം ഗുണങ്ങളിൽ അവർ സ്വയം പര്യാപ്തത ആരോപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതും അതുപോലെ ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതും ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒന്നാമതായി പറഞ്ഞു, ഇദ്നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. 1 മണിക്കൂർ ആവർത്തിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ അതിന്റെ മറുപടിയും ആവർത്തിക്കുന്നു. ഇദ്നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ റബ്ബിനോട് നിങ്ങളാകുന്ന ദൈവങ്ങളെ, ബിംബങ്ങളെ, പ്രതിമകളെ ഞങ്ങൾ തുല്യപ്പെടുത്തി വിശ്വസിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അകപ്പെടാൻ കാരണമെന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിലപിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ തുല്യപ്പെടുത്തുക എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളെ എന്ന് പരാമർശിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലും എന്നാണ് അർത്ഥം. എല്ലാ വിഷയത്തിലും നിങ്ങളെ ഞങ്ങൾ തുല്യപ്പെടുത്തുന്നു. അതാണ് ഭാഷാ പണ്ഡിതന്മാരും എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഇനി പോകട്ടെ, അത് തർക്ക വിഷയമാണെങ്കിൽ മൗലവി സാഹിബ് തന്നെ നേരത്തെ മറുപടിയിൽ സമ്മതിച്ചിട്ടുണ്ട്. ആരാധ്യതയുടെ കാര്യത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ ആ വസ്തുക്കളെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആരാധ്യത എന്ന ഗുണത്തിൽ സ്വയം പര്യാപ്തത മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ബഹുദൈവങ്ങൾക്ക് വെച്ചു കൊടുത്തിരുന്നു എന്ന് മൗലവി സാഹിബ് തന്നെ സമ്മതിച്ചു. ഞങ്ങൾക്കത് മതി, അത് മതി. ഞങ്ങൾ ഒരിക്കലും കേരളത്തിലോ ലോകത്തോ ഉള്ള സുന്നികൾ ആരാധ്യതയിലോ മറ്റേതെങ്കിലും ഗുണത്തിലോ അള്ളാഹുവിന് സ്വയം പര്യാപ്തത അള്ളാഹു അല്ലാത്തവർക്ക് സ്വയം പര്യാപ്തത വക വെച്ചു കൊടുക്കുന്നില്ല.
ഏതെങ്കിലും മുഹിയുദ്ദീൻ ശൈഖിനോ അല്ലെങ്കിൽ റിഫായി ശൈഖിനോ അതുപോലെയുള്ള മഹാത്മാക്കൾക്കോ സ്വയം പര്യാപ്തതയോ സ്വമതീയത്തോ വകവെച്ചു കൊടുത്തുകൊണ്ട് അവരോട് ചോദിക്കുകയോ അർത്ഥിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ മാത്രമേ അത് ശിർക്കാണെന്നും ഇബാദത്താണെന്നും പറയാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു, ഇതിനു സവ്വീക്കും റബ്ബുൽ ആലമീൻ എന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് മറുപടി പറഞ്ഞിട്ടില്ല എന്നത് ഞാൻ തിരുത്തുന്നു. മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാണ്. അല്ലാഹുവാണ് നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങൾ ഖുർആനിന്റെ ശത്രുക്കളാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുള്ളത് അള്ളാഹു തന്നെയാണ്. അതുപോലെ അൽബത്ത എന്ന് പറയുന്ന തഫ്സീർ ഇവിടെ വായിക്കുകയുണ്ടായി. ഈ തഫ്സീറുർ റാസി വായിച്ചു. നേരത്തെ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. അത് കുട്ടിദൈവങ്ങളോട് കുട്ടിദൈവങ്ങൾക്കുള്ള കഴിവുകളെ പരാമർശിച്ചുകൊണ്ടാണ്. കുട്ടിദൈവങ്ങൾക്ക് അങ്ങനെ സ്വയം പര്യാപ്തത എല്ലാ വിഷയത്തിലും ഉണ്ടായിരുന്നില്ല എന്നവരുടെ വിശ്വാസത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതേ സമയത്ത് തശ്ഫോ ഇൻദല്ലാഹി എന്ന് പറയുന്നത് അവിടെ തന്നെ മൗലവി സാഹിബ് ഒരു കസർത്ത് നടത്തി. തശ്ഫോ ഇൻദല്ലാഹി എന്നിടത്ത് അള്ളാഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചല്ല. അള്ളാഹു എന്ന് അവര് വിശ്വസിക്കുന്ന വലിയ ദൈവത്തിന് അവര് പേരിട്ടതായിരുന്നു. അത് ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിരിക്കും, നിങ്ങളുടെ അജ്ഞതയാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, നിങ്ങളുടെ ജഹാലത്താണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണത്. ഫമഅബൂദുഹുമുല്ലദീ അബദൂഹു ലൈസ ഹുവല്ലാഹ് ഫമഅബൂദുഹുമുല്ലദീ അബദൂഹു ലൈസ അവല്ലാഹ് വഇൻ സമ്മഉ ബിഹി, അല്ലാഹ് എന്നവർ പേരിട്ടിട്ടുണ്ടെങ്കിലും ശരി അത് അല്ലാഹു ആയിരുന്നില്ല. അവരുടെ ആരാധ്യൻ അല്ലദീ അബദൂഹു, അവരാരാധിച്ചിരുന്ന ആരാധ്യൻ ലൈസ ഹുവല്ലാഹ്, അത് അല്ലാഹു ആയിരുന്നില്ല. ഒച്ച കൂട്ടിയിട്ടൊന്നും ഉത്തരാവില്ല. 3 ചോദ്യമുണ്ട്, ഒരു ചോദ്യത്തും എന്നെ തൊട്ടിട്ടില്ല. ഇതിനുസഫീക്കും എന്നിടത്ത് ആരാധനയിൽ സ്വയം പര്യാപ്തതയുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചു. ആ ജാതി ഇതൊക്കെ അവിടെ വെച്ചാ മതി. ഞാൻ സമ്മതിച്ചല്ല, ഞാൻ ആരാധനയിൽ അവരോട് സമപ്പെടുത്തി എന്നത് ടി.കെയുടെ പരിഭാഷയിൽ നിന്നും വായിച്ചു. അവിടെ സ്വയം പര്യാപ്തത ഞാൻ പറഞ്ഞിട്ടില്ല. സ്വയം പര്യാപ്തത എന്റെ മേൽ മുസ്ലിയാരെ വെറുതെ ചമച്ചുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനുസഫീക്കും എന്നതിൽ നിങ്ങൾ ബിംബങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ ആരാധ്യന്മാരെ ആരാധനയുടെ കാര്യത്തിൽ സമപ്പെടുത്തിയ ടി.കെ. അബ്ദുൽ പരിഭാഷ, പള്ളിദർശിലോത്ത ജലാലൈനിക്ക് ടി.കെ. നൽകിയ പരിഭാഷ ഞാൻ വായിച്ചു. ആരാധനയുടെ കാര്യത്തിൽ എല്ലാ വിഷയത്തിലും എന്നില്ല. അവിടെ ആരാധനയുടെ കാര്യത്തിലെങ്കിലും സമ്മതിച്ചല്ലോ എന്നാ. സ്വയം പര്യാപ്തത ഞങ്ങൾ സമ്മതിച്ചിട്ടേ ഇല്ല, സ്വയം പര്യാപ്തത അവിടെ പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്റെ 2ാമത്തെയും 3ാമത്തെയും ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം. നിങ്ങൾ കഴിഞ്ഞതിൽ 3-4 ചോദ്യം ചോദിച്ചപ്പോ 4നും ഞാൻ 5 മിനിറ്റ് കൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അതെ, ഇതാണ് നിങ്ങൾ ഇതേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഇതല്ലാതെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല, ബഹളം കൂട്ടാനല്ലാതെ. ഞാൻ 2 ചോദ്യം തൊട്ടിട്ട് പോലുമില്ല. കക്കൂസ് പോകുമ്പോഴുള്ള ദുആ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ, ഇതൊക്കെ ഇബാദത്താകുന്ന ദുആയാണ്. ഇബാദത്തല്ലാത്ത ദുആ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇബാദത്തല്ലാത്ത ദുആ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തല്ലാത്ത ദുആ അല്ലാഹ് അല്ലാത്തവരോട് നടത്തിയിട്ടുണ്ടോ? അമ്പിയാക്കൾ നടത്തിയിട്ടുണ്ടോ? അതാണ് എന്റെ 2ാമത്തെ ചോദ്യം. പിന്നെ ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ അസാന്നിധ്യത്തിൽ വെച്ച് പല സഹാബികൾക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് അവർ അവിടെ വെച്ചിട്ട് റസൂലിന്റെ സദസ്സിൽ വരാതെ അവിടുന്ന് റസൂലിനെ വിളിച്ച് തേടിയിട്ടുണ്ടോ? ആ 2 ചോദ്യങ്ങളും ഇവിടെ നിലനിൽക്കുകയാണ്. പിന്നെ തശ്ബീഹ് ഇൻദല്ലാഹ് എന്നതിനെ പറ്റി പറഞ്ഞു. തശ്ബീഹ് ഇൻദല്ലാഹ് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ആ അല്ലല്ല, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അല്ലല്ല, വേറെ അല്ലയാണ്. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ് എന്നുള്ളടത്തോ അവിടെ ഏതാ അല്ലാഹ്? മക്കാ മുശ്രിക്കുകൾ പറയുന്നു ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള ശുപാർശക്കാരാണ്. അതേതാ അല്ലാഹ്? അത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അല്ലാത്ത വേറല്ലേ? ഇവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, പക്ഷേ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന രൂപത്തിൽ വിശ്വസിക്കില്ല. അപ്പൊ നിങ്ങളും വിശ്വസിക്കണ്ടോ? അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം പലതും കേൾക്കില്ലോ. ഇറങ്ങാൻ പറ്റാത്ത അല്ലാഹ്, കേറാൻ പറ്റാത്ത അല്ലാഹ് എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കണേ. അതുപോലെ മക്കാ മുശ്രിക്കുകൾക്കും അള്ളാഹിനെ വേണ്ടതുപോലെ മനസ്സിലായിരുന്നില്ല. അതാണ് ഇതിന്റെ സത്യം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ വ്യക്തമായി അവരെ പഠിപ്പിച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് അത് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് ആരാധനയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത സമ്മതിച്ചു എന്നത് നിങ്ങളുടെ വക പറഞ്ഞതാണ്. അതിനെ ആവർത്തിക്കരുത്. ഞങ്ങളെ ചോദ്യത്തിന് ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. മക്കാ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാർക്ക് സ്വമതിയത്ത് കൽപ്പിച്ചു എന്ന് നിങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം. ഞങ്ങൾ അതിവിടെ ആയത്തുകൾ ഉദ്ധരിച്ചു, ഹദീസുകൾ ഉദ്ധരിച്ചു, തഫ്സീറുകൾ ഉദ്ധരിച്ചു, മുഹദ്ദിസുകൾ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചു. അങ്ങനത്തെ ഒന്നും നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യം മുതൽ അവസാനം വരെ തശ്ബീഹ് ഇൻദല്ലാഹി ബിഗൈരി ഇദ്നി, ആ ബിഗൈരി ഇദ്നിനെ തൻഫഉക്കും തദുറുക്കും വെച്ച് കെട്ടി പറഞ്ഞു നോക്കി, അത് വിട്ടില്ല. മഅ്തിറാഫിക്കും എന്ന ഇപ്പുറത്തുള്ള വാദം ലാ തൻഫഉ വലാ തദുറു അൽബത്ത,
ഒട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ആരാധ്യന്മാര് ഔസാനികൾക്ക് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് റാസി മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ശരിക്കും ഇവിടെ തെളിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ചോദ്യോത്തരം കഴിയുമ്പോഴേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വെളിച്ചത്ത് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളെ മുമ്പിൽ വരാൻ കഴിയില്ല, ഞങ്ങളെ മുമ്പിൽ വന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരെ അങ്ങനെ ചെയ്യിക്കും, മുട്ടുമടക്കിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകളെ ഇപ്പോ മുമ്പിൽ തന്നെ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദ്യം ആവർത്തിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയണം. കാരണം നമ്മൾ മുഖാമുഖം ഇരിക്കുകയാണല്ലോ. തെളിവുകൾ മാറ്റിരക്കുന്ന സന്ദർഭമാണിത്. ഒച്ചയിട്ട് പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല. കാര്യങ്ങൾ ഇവിടെ തെളിയിക്കേണ്ടതുണ്ട്, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തെളിയിക്കേണ്ടതുണ്ട്. ഒന്നാം പ്രമാണമായ ഖുർആനും രണ്ടാം പ്രമാണമായ സ്വഹീഹായ ഹദീസുമാണ് എന്റെ 3 ചോദ്യത്തിലും എനിക്ക് തെളിവായി ചോദിക്കുവാനുള്ളത്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മെനക്കെടാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യം തൊടാതെ വിട്ടതുകൊണ്ട് രക്ഷപ്പെടുകയില്ല. അത് പറഞ്ഞേ മതിയാവൂ. ഞങ്ങൾക്കതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഞങ്ങളുടെ സന്ദർഭത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ദുആ തന്നെയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അദ്ദുആഉ വൽ ഇബാദ എന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് തെളിയിച്ചത് എന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മക്കാ മുശ്രിക്കുകളുടെ ഈമാനായിരുന്നു അതെന്ന് ഇക്രിമയുടെയും ഇബ്നു സൈദിന്റെയും ഒക്കെ വാക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വായിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് അത് വ്യക്തമായി ഞങ്ങൾക്ക് മറുപടി കിട്ടണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മൗലവി സാഹിബിന് പിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പിന്തുണ കൊടുക്കണം, കുറച്ചും കൂടി പിന്തുണ അദ്ദേഹത്തിന്. അദ്ദേഹം ക്ഷണിക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്തുണ കൊടുക്കണം. മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന അവരുടെ ദൈവങ്ങളെ സംബന്ധിച്ച് നേരത്തെയുള്ള ഒന്നാമത്തെ ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ കൊണ്ട് മറുപടി പറഞ്ഞപ്പോ നിങ്ങളുടെ പരിഭാഷയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൗലവി വായിച്ചത് ആരാധ്യതയിലാണ് അവർ സ്വയം പര്യാപ്തത ആരോപിച്ചത് എന്നാണ്. ആരാധ്യതയിലാണ് സ്വയം പര്യാപ്തത ആരോപിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഒരു ഗുണത്തിൽ അവർ സ്വയം പര്യാപ്തത ആരോപിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ സുഹൃത്തെ എങ്ങനെയാണ് ആരാധ്യത ആവുക? അവർ അള്ളാഹുവിൽ സ്വയം പര്യാപ്തത ഈ വിഷയത്തിലെങ്കിലും അവർ ആരോപിച്ചിട്ടില്ലെങ്കിൽ, പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആരാധ്യതയാവുക? അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹു അല്ലാത്ത ശക്തികളെ ആരാധ്യത എന്ന വിഷയത്തിൽ അവർ സ്വയം പര്യാപ്തത ആരോപിച്ചിട്ടുണ്ട്. അവർ മുശ്രിക്കുകളാണ്. പിന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ ആരാധ്യതയിൽ മക്കയിലെ മുശ്രിക്കുകളെ പോലെ അള്ളാഹുവിൽ മറ്റുള്ളവരെ പങ്കാളികളാക്കി എന്ന് നിങ്ങളുടെ തൊള്ള കൊണ്ട് പറഞ്ഞാൽ പോരാ, അത് സമർത്ഥിക്കാൻ കഴിയണം. സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന സുന്നികൾ വിശ്വസിക്കുന്നവരെ പോലെയുള്ള അള്ളാഹുവാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറയുന്നു, നിങ്ങൾ വിശ്വസിച്ച അള്ളാഹുവിലായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന പള്ളയും ചന്തിയുമുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിലാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. ആ അള്ളാഹു പെണ്ണ് കെട്ടിയിരുന്നു, ആ അള്ളാഹു കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അങ്ങനെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന പള്ളയും ചന്തിയുമുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു, ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു, ആ അള്ളാഹുവിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. മറ്റൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ ചോദ്യം, അവസരങ്ങൾ കഴിഞ്ഞിട്ടില്ല, മറുപടികൾ വരും. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിച്ചിട്ടുണ്ടോ? മരിച്ചുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് സഹായം ചോദിച്ചിട്ടുണ്ട്. മഹാബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു കസീർ, അതുപോലെ തന്നെ മുസന്നഫ് ഇബ്നു അബീ ശൈബ തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും, ഒരുപാട് പണ്ഡിതന്മാർ, ഡസക്കണക്കിന് പണ്ഡിതന്മാർ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കവേ അസ്വാബൻ നാസ ഖഹതും ഫീ സമനി ഉമറ ഫജാഅ റജുലുൻ ഇലാ ഖബറിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഇസ്തസ്ഖി ലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചെന്ന് സഹായം ചോദിച്ചപ്പോൾ, റസൂലുള്ളാഹിനോട് ചെന്ന് സഹായം ചോദിച്ചപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അത് അംഗീകരിക്കുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നു. ഉമർ തങ്ങൾ അത് അറിഞ്ഞിട്ട് അത് ശിർക്കാണ്, മരിച്ചുപോയ നബിയോട് വെള്ളം ചോദിച്ചത് ശിർക്കായി പോയല്ലോ, നീ അൽമനാർ വായിച്ചിട്ടില്ലേ, വിചിന്തനം വായിച്ചിട്ടില്ലേ എന്നൊന്നും ഉമറുൽ ഫാറൂഖ് ചോദിച്ചിട്ടില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മരിച്ചുപോയ നബി സല്ലല്ലാഹു
അലൈഹി വസല്ലമയോട് മഴ ചോദിച്ച സംഭവം പറഞ്ഞപ്പോ ആ സംഭവത്തെ അംഗീകരിക്കുകയും റസൂലുള്ള ഖബറിൽ നിന്ന് കൊടുത്ത നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന് മുസന്നഫ് ഇബ്നു അബീ ശൈബയിൽ രേഖപ്പെടുത്തുന്നു. അല്ലാമ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. ലോകത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് മരണപ്പെട്ടു പോയ റസൂലുള്ളാഹിയോട് സ്വഹാബത്ത് സഹായം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇബ്നു തൈമിയയുടെ ശിഷ്യനായ അല്ലാമ ഇബ്നു കസീർ ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം വഹാദാ ഇസ്നാദുൻ സ്വഹീഹുൻ, ഇത് സ്വഹീഹായ പരമ്പരയോട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയയുടെ ശിഷ്യനായ അല്ലാമ ഇബ്നു കസീർ ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ സഹിയായ സംഭവമാണെങ്കിലും അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ മൂന്നാമത്തെ ചോദ്യമായി പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹായം ചോദിച്ചിട്ടുണ്ടോ എന്നാണ്. അള്ളാഹുവിന്റെ റസൂല് സഹായം ചോദിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, എല്ലാ ഷർറിനെ തൊട്ടും ഏത് വിധേനയുള്ള ഷർറുകളെ തൊട്ടും അള്ളാഹുവിന്റെ കലിമാത്തിനോട് ഞാൻ സഹായം ചോദിക്കുന്നു, അഭയം ചോദിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട ഇമാം റാസിയുടെ വിശദീകരണമുണ്ട്, മറ്റു പണ്ഡിതന്മാരുടെ വിശദീകരണമുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സഹായാർത്ഥന, സ്വഹാബത്ത് ചോദിച്ച സഹായാർത്ഥന, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സഹായാർത്ഥന, റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത സഹായാർത്ഥന, അതൊക്കെയും ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സഹായാർത്ഥനയല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയല്ല. മറിച്ച് അള്ളാഹുവാണ് ഉടമസ്ഥൻ, അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് ഏകൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവരൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. പക്ഷെ അവർക്ക് മോചിതത്തുണ്ട്, കറാമത്തുണ്ട്. ആ മോചിതത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നാണ് ഇബ്നു കസീറിന്റെ വാചകത്തിൽ നിന്ന് തെളിയുന്നത്. അതുപോലുള്ള മറ്റ് പണ്ഡിതന്മാരുടെയും വാചകങ്ങളിൽ നിന്ന് തെളിയുന്നത്. പഠിച്ചു വെച്ച ഉത്തരം റെഡിമെയ്ഡ് ആയിട്ട് കാച്ചുക. ചോദ്യത്തിനാ മറുപടി അറിയാം. എന്റെ ചോദ്യം മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ വിളിച്ചോ നബി വിളിച്ചോ എന്നല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ വിദേശങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും ഒക്കെ പോയി നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് അവർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല മസലകൾ അറിയേണ്ടത് വന്നിട്ടുണ്ട്. അപ്പ നബിയെ വിളിച്ച ചോദ്യം മൂപ്പര് മരിച്ചതിന് ശേഷമുള്ള അതാ പഠിച്ചു വെച്ച് ആ റെഡിമെയ്ഡ് മറുപടിയായിട്ട് ഇങ്ങനെ നടക്കുക. റെഡിമെയ്ഡ് മറുപടിക്ക് റെഡിമെയ്ഡ് ചോദ്യം ഉണ്ടാക്കണ്ട, ചോദ്യത്തിനാ ഉത്തരം പറയാ. ഇത് മുഖാമുഖം ഇരിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അന്യ സ്ഥലങ്ങളിൽ വെച്ചിട്ട് നബിയെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ടോ? അതാ എന്റെ ചോദ്യം. മരണത്തിന് രസം ഞങ്ങൾ വേറെ ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വേറെ ചോദിക്കുന്ന സമയത്ത് ആ പറഞ്ഞതിൽ മരണത്തിന് ഞാൻ ചോദിച്ചതുമില്ല, ഉമർ അംഗീകരിച്ചിട്ടില്ല, മുസന്നബിലും ഇല്ല, ഇബ്നു കസീറിലും ഇല്ല. ഉമർ അംഗീകരിച്ചു. ഇത്രേ ഏതോ റജുലൻ എന്തോ ചെയ്ത് അത് നമ്മൾ ചോദ്യത്തിന്റെ വിഷയമല്ല. ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. പിന്നെ ഔദു ബികലിമാത്തിൽ അങ്ങനെ നബി തേടിയല്ല, നബി തേടി നിങ്ങൾ ചോദിച്ചിട്ടില്ല, ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. പഠിച്ച ഉത്തരത്തിനനുസരിച്ച് ചോദ്യം മാറ്റുക. ആ റെഡിമെയ്ഡ് ഉത്തരം ഒന്നും ഇവിടെ നടക്കൂല. അതുകൊണ്ട് ഞാൻ പിന്നെ മുസ്ലിയാർ പറഞ്ഞ പിന്തുണ കുറയുന്നുണ്ട് ബാക്കിലുള്ളവരെ. നിങ്ങൾക്ക് അല്ലെങ്കിലും ഗ്രൗണ്ട് സപ്പോർട്ട് പ്രസംഗിച്ചേ പരിചയമുള്ളൂ, തെളിവ് പറഞ്ഞ് നിങ്ങൾക്ക് പരിചയമല്ല. പറമ്പൻ കളി കളിച്ചിട്ടുണ്ടല്ലോ ചില കൂക്കിയിട്ട് ഗ്രൗണ്ട് കയ്യേറിച്ചൊക്കെ ജയിക്കല്. ആ ജാതി പറമ്പൻ വർത്താനം പറഞ്ഞിട്ട് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ജയിച്ച പാരമ്പര്യമുള്ളൂ. തെളിവുകൾ പറഞ്ഞ് ആളുകളെ മുമ്പിൽ എത്തിക്ക പറഞ്ഞ പാരമ്പര്യം നിങ്ങൾക്കില്ല, നിങ്ങളെ മുൻഗാമികൾക്കില്ല, നിങ്ങൾക്കില്ല. പിന്നെ മുസന്നഫ് ഇബ്നു അബീ ശൈബയും ഇബ്നു കസീറും ഒക്കെ നമുക്ക് പറയാം. പക്ഷെ ചോദ്യത്തിനാണ് ഇപ്പൊ ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത്. പിന്നെ മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് നമ്മൾ പറയുന്ന അള്ളാഹുവിലല്ല, വേറെ അള്ളാഹുവിലാണ്. ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞ ഏത് അള്ളയാണ്? അത് നമ്മൾ പറയുന്ന അള്ളയാണോ അതല്ല ഓൽക്ക് മാത്രമുള്ള പ്രത്യേക അള്ളയാണോ? ഇത് കണ്ടോ, ഇത് നിങ്ങൾ അബ്ദുറഹ്മാൻ മഖ്ദൂമി എന്ന് പറയുന്ന നിങ്ങളെ സംയുക്ത കാളിമാരിൽപ്പെട്ട ഒരു കാളിയാണ്. അയാളെ വിശുദ്ധ ഖുർആൻ പരിഭാഷിച്ച റിസാലന്റെ പുറത്തു വന്നതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് 100% നീതി പുലർത്തുന്നു എന്നാണ് ഈ പരിഭാഷയ്ക്ക് മാത്രം അവകാശപ്പെടുന്ന ഒന്നാമത്തെ പ്രത്യേകത. അതിൽ പറയുന്ന കേട്ടോളി, നബിയുടെ കാലത്തെ മക്കാ നിവാസികൾ പരലോകത്തെയും മുഹമ്മദ് നബിയുടെ പ്രവാചകത്തെയും നിഷേധിക്കുന്നതോടൊപ്പം, അതാണ് റഹ്മാറിനെ തന്നെ അള്ളാഹുവിനെ വിട്ട് തങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ ഇലാഹുകളാക്കി ആരാധിക്കുകയും ചെയ്യുന്നു. ആ വസ്തുക്കൾ തങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ പക്കൽ കണ്ടോ, അള്ളാഹുവിന്റെ പക്കൽ ശുപാർശ പറയുമെന്നവർ ജൽപ്പിക്കുകയും ചെയ്യുന്നു. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ജൽപ്പനമാണിത്. അള്ളാഹുവിന്റെ അത്തരം ശുപാർശകരോ പങ്കുകാരോ ഇല്ല. കണ്ടോ, അതേത് അള്ളയാണ്? അത് മുശ്രിക്കുകളല്ലേ അതോ മുസ്ലിമീങ്ങളല്ലേ? അത് നിങ്ങളിവിടെ വ്യക്തമാക്കണം.
അതുകൊണ്ട് എന്റെ 2 ചോദ്യവും ബാക്കിയായിരിക്കാണ്. സമദിയത്ത് കൽപ്പിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവ് ഇതുവരെയും ഉദ്ധരിച്ചിട്ടില്ല. ഇതിനു സഫീക്കും ബി റബ്ബിൽ ആലമീൻ എന്നതിന് ഫിൽ ഇബാദത്തി എന്നാണ് ജലാലൈനിയിൽ പോലും കൊടുത്തത്. ഇബാദത്ത് എടുത്തു എന്നേ ഉള്ളൂ. ഇബാദത്ത് പെങ്ങളും എടുക്കില്ല, അല്ലല്ലാത്തവർക്ക് അപ്പങ്ങളും തസ്ബീഹത്താക്കുന്നുണ്ട്. ആ വിഷയത്തിൽ മാത്രം, അത് സമയം പര്യാപ്തത ഞാൻ പറഞ്ഞിട്ടില്ല, അത് മുസ്ലിയാരുടെ വകയാണ്. കാസറ്റ് പരിശോധിക്കുന്നവർക്കറിയാം. ഇബാദത്ത് എടുത്തു അതുകൊണ്ട് തസ്ബീഹത്താക്കി എന്ന് പറയാം. ഇബാദത്തിന്റെ വിഷയത്തിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്തു, അതുപോലെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും ഇബാദത്ത് എടുത്തു. അതാണ് അവർ ചെയ്തത്. അതാണ് അവിടെ പറഞ്ഞ തസ്ബീഹത്ത് ജലാലൈനിയിലുണ്ട്. അതാണ് TK പരിഭാഷ കൊടുത്തതും. അതുകൊണ്ട് എന്റെ ചോദ്യം പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട്. മൂപ്പര് 2 വിട്ടിട്ട് നേരെ 3ലേക്കാ. കാരണം മൂപ്പര് റെഡിമെയ്ഡ് മറുപടി അയിമയാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ ഉണ്ടാത്തത്? ഞങ്ങളെ വിഷയാദരണത്തിൽ പറഞ്ഞല്ലേ ഇബാദത്തായ ദുആയുണ്ട്, ഇബാദത്ത് അല്ലാത്ത ദുആയുണ്ട് എന്നാ. പള്ളി കയറുമ്പോഴുള്ള ദുആ ഇതൊക്കെ ഇനി ആവർത്തിച്ച് പറയിപ്പിക്കുക. അതുപോലെ കക്കൂസ് പോകുമ്പോൾ അതൊക്കെ ഇബാദത്തായ ദുആയാണ്, അതൊന്നും ഇവിടെ പറയണ്ട, അതൊക്കെ അള്ളാഹ്ന്റെ പാടും ഞങ്ങൾക്ക് വരും. ഇബാദത്ത് അല്ലാത്ത ചില ദുആ ഉണ്ട്. അതേതാ റസൂല് നടത്തിയത്? ഇബാദത്തല്ലാത്ത ദുആ അള്ളാഹുവിന്റെ റസൂല് അല്ലല്ലാത്തവരെ വിളിച്ച് തേടിയതുണ്ടോ? നബിമാര് തേടിയിട്ടുണ്ടോ? അത് തെളിയിക്കണം. തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. കുറെ കാലമായി മുസ്ലിം സമുദായത്തെ നിങ്ങൾ ശിർക്കിലേക്ക് നയിക്കാൻ വേണ്ടി കള്ളവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ തെളിയിക്കണം. എന്റെ 3 ചോദ്യങ്ങൾക്കും എനിക്ക് മാന്യമായ മറുപടി കിട്ടേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ വെറുതെ ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട് ഇടക്ക് മുമ്പിൽ തെളിയിക്കണം. ഞാൻ തെളിയിക്കണ സമയമല്ലപ്പോ, ഞാൻ ചോദ്യം ചോദിക്കണ സമയം. തെളിയിക്കേണ്ട സമയത്ത് ഞാൻ നേരെ ചൊവ്വ തെളിയിച്ചിട്ടുണ്ട്. അത് കാസറ്റ് കേട്ടവർക്കും അറിയാം, ഇവിടെ കൂടുന്നവർക്കും അറിയാം. കേട്ടോ, ഇതാണ് ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട് ജയിക്കല അവരെ പരിപാടി. ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിട്ടു. അതൊരിക്കലും തന്നെ അതൊന്നും മുഖാമുഖത്തിൽ വിജയിക്കുകയില്ല. അപ്പോ അങ്ങനെ ഒച്ചിട്ടോളൂ. നിങ്ങൾ ഒച്ചിട്ട് തടസ്സപ്പെടുത്തുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ കാര്യങ്ങൾ. പറയുമ്പോ അത് ശ്രദ്ധിച്ചു കേൾക്കാനുള്ള സന്മനസ്സുണ്ടാവുക. തെളിവുകൊണ്ട് കണ്ണിക്കട്ടെ. എന്തിനാ നിങ്ങൾ ബഹളം വെക്കണേ? നല്ല പ്രധാനപ്പെട്ട ആളല്ലേ നിങ്ങൾ കൊണ്ടുവന്നിരിക്കണേ. പിന്നെന്തിനാ നിങ്ങൾ ഇത്ര ബഹളം ഉണ്ടാക്കി ജയിക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യപ്പെട്ട ആളുകളല്ലേ ഇരിക്കണേ. SSF ആണെങ്കിലും പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതുകൊണ്ട് തെളിയിക്കട്ടെ. അത് മാത്രമേ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാറുള്ളൂ. മൂപ്പർക്ക് വേണ്ടത്ര ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പൊ കിട്ടണില്ല. രാവിലത്തെ ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പൊ ഉണ്ടല്ലോ. രാവിലത്തെ ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് തരയണമേ എന്ന അഭ്യർത്ഥനയാണ് മൗലവി സാഹിബ് പ്രകടിപ്പിക്കുന്നത്. നിങ്ങളുടെ 3 ചോദ്യത്തിനും ഇവിടെ വ്യക്തമായ ഉത്തരം നൽകി കഴിഞ്ഞു. നിങ്ങൾക്ക് പ്രമാണങ്ങൾ അറിയില്ല. പ്രമാണങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. നേരത്തെ മറുപടി പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ മണിക്കൂറിൽ ആവർത്തിച്ച ചോദ്യം മൗലവി ഇപ്പോഴും ആവർത്തിക്കുകയാണ്. വിശുദ്ധ ഖുർആനിനോട് മൂപ്പർക്ക് എന്തോ ഒരു വെറുപ്പുള്ളത് പോലെ. ഇത് നുസവ്വീക്കും ബി റബ്ബിൽ ആലമീൻ എന്ന ആയത്തോതിക്കൊണ്ട് കാര്യങ്ങൾ സമർത്ഥിച്ചത് കൊണ്ട് ഇനി ഇവിടെ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യമായി ഇവിടെ ചോദിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് ജീവിതകാലത്ത് സഹായം ചോദിച്ചിട്ടുണ്ടോന്നാ. അപ്പോ മരിച്ചതിന് ശേഷം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ സമ്മതിച്ചല്ലോ, അതിന് നന്ദി. മരിച്ചതിന് ശേഷം മരിച്ചതിന് ശേഷം ചോദിക്കാമെങ്കിൽ പിന്നെ ജീവിതകാലത്ത് ചോദിക്കാൻ പറ്റുമെന്നതിന് തെളിവ് വേണോ മൗലവി സാഹിബേ? ഇനി വേണമെങ്കിൽ ഇതാ തെളിവിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത്, മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി വന്നിട്ട് സഹായം ചോദിക്കുന്നു. അങ്ങനെ സ്വഹാബി വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇൻ ശിഅത ദഅഉതു ലക വ ഇൻ ശിഅത അഖർത ദാലിക ഫഹുവ ഖൈറുൻ ഫഖാല ഉദൂഹു ഫഅമറഹു അൻ യതവല്ലഅ ഫയുഹ്സിന വുദൂഅഹു ഫയുസല്ലി റകഅതൈനി വയദുഅ ബിഹാദൽ ദുആഇ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഉ ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ഫതഖ്ലിയലി ഫതുഖ്ലാലി എന്നിങ്ങനെ വിവിധങ്ങളായ റിപ്പോർട്ടുകളിലുണ്ട്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. വേണമെങ്കിൽ ഞാൻ നിനക്ക് ദുആ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന് ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ ദുആ എന്തായിരുന്നു? അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള ദുആ. ആ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണപ്പെട്ടതിന് ശേഷവും ജീവിതകാലത്ത് എപ്പോഴും അള്ളാഹുവിന്റെ റസൂലിനോട് ഈ സഹായാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സ്വഹാബത്ത് നടത്തിയെന്ന് മുസ്നദ് അഹ്മദിൽ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ജീവിതകാലത്ത് മാത്രമല്ല മരണപ്പെട്ടതിന് ശേഷവും അങ്ങനെ ജീവിതകാലമെന്നോ മരണകാലമെന്നോ മരണശേഷമെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് സഹായം ചോദിച്ചിട്ടുണ്ട്.
ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. നിങ്ങൾ വിദൂരങ്ങളായ ദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോയാൽ, അപകടത്തിൽപ്പെട്ടു പോയാൽ, യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ സഹായം ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ റസൂല് മാത്രം പഠിപ്പിച്ചിട്ടുള്ളതല്ല, വിശുദ്ധ ഖുർആൻ ഇത് കൽപ്പിച്ചിട്ടുള്ളതാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സക്കാത്ത എന്നിങ്ങനെ തുടങ്ങുന്ന ആയത്തിൽ വമൻ യതവല്ലല്ലാഹു വറസൂലുഹു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഔലിയാക്കളെയും നിങ്ങൾ സഹായികളാക്കിയാൽ അവിടെ ജീവിതമെന്നോ മരണമെന്നോ വ്യത്യാസമില്ല. മരിച്ചവരും ജീവിച്ചിരിപ്പുള്ളവരും ഉൾപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിച്ചിരിക്കുന്ന കാലത്തും അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ടതിന് ശേഷവും സ്വഹാബത്ത് സഹായം ചോദിച്ചിട്ടുണ്ട്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ റസൂലുള്ള മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ ജീവിച്ചിരിക്കുന്ന കാലമെന്നോ മരണത്തിന് ശേഷമെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് സഹായം ചോദിക്കാം. അങ്ങനെ സഹായം ചോദിക്കുന്നവരാണ് വാസ്തവത്തിൽ വിജയികൾ. അവരാണ് അള്ളാഹുവിന്റെ പാർട്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ചോദിക്കുന്നത് ശിർക്കാണെന്നും കുഫറാണെന്നും പറയുന്നവർ അള്ളാഹുവിന്റെ പാർട്ടി അല്ല, അള്ളാഹുവിന്റെ പാർട്ടി അല്ല അവർ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ, മക്കയിലുള്ള കാഫിറുകൾ, അവരെ വിശ്വസിച്ച അള്ളാഹു, അത് നേരത്തെ ഞാൻ തഫ്സീറിൽ നിന്ന് വായിച്ചു, അത് അല്ലാഹ് എന്നവർ പേരിട്ട മറ്റെന്തോ വസ്തുവായിരുന്നു, അള്ളാഹു എന്നവർ പേരിട്ട മറ്റെന്തോ വസ്തുവായിരുന്നു. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹി എന്ന് പറഞ്ഞ അവിടുത്തെ അള്ളാഹുവിനെ കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നത് അൽ ഇലാഹുൽ അക്ബർ, അവരൊരു വലിയ ദൈവത്തെ കുറിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത്. ഞാൻ നേരത്തെ ഇത് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ഒരു ദൈവിക സഭയിലാണ് അവർ വിശ്വസിച്ചത്. ആ ദൈവിക സഭ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അവിടെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് തഫ്സീറുർ റാസി അതിന്റെ 26ാമത്തെ ജുസുൽ വാള്യത്തിൽ പറയുന്നു അൽ ഇലാഹുൽ അക്ബർ. അവിടെ അവർ വിശ്വസിച്ചിരുന്ന ദൈവിക സഭയുടെ അധ്യക്ഷനായ അല്ലാഹു ഇലാഹുൽ അക്ബറിനെയാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനൊന്നും